മഹാകാരുണ്യവാനും മനുഷ്യ സ്നേഹമുള്ളവനുമാകുന്ന ത്രിയേക ദൈവമേ, അനുഗ്രഹീതമാകുന്ന ഒരു സന്ധ്യാസമയം നിൻ്റെ ഈ ആലയത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളെ പകരുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ചൊരിഞ്ഞ നന്മകൾക്ക് സ്തുതികൾ അർപ്പിക്കുവാൻ ദൈവമേ, ആയുസ്സും ആരോഗ്യം തന്നതിനാൽ നിന്നെ സ്തുതിക്കുന്നു. രോഗവും മരണവും പ്രതികൂലതകളും ഞങ്ങളുടെ ജീവിതത്തിന് പിന്നാലെ പോകുമ്പോൾ, അതിനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ താണു വീണു പോകാതെ, താളടിയായി പോകാതെ ദൈവമേ, നിൻ്റെ ഉള്ളം കയ്യിൽ ഞങ്ങളെ മറയ്ക്കുന്ന വൻകൃപയോർത്ത് നിന്നെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ കൺവെൻഷൻ്റെ 2ാം ദിവസത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം, നിൻ്റെ സുവിശേഷത്തെ കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ഒരുക്കുമാറാകണമേ. വചനം സംസാരിക്കുവാൻ ബലഹീനനായ അടിയനെ, വചനം കേട്ട് അത് മനസ്സിൽ അനുതാപമുളവാക്കുവാൻ തക്കവണ്ണം ഈ നിൻ്റെ ജനത്തെയും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കൊണ്ട് നിറയ്ക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ആമീൻ. ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. കുവൈറ്റ് സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ ആദരണീയനായ വികാരി ബഹുമാനപ്പെട്ട ലിജു കെ പൊന്നച്ചനച്ചൻ, ഏറെ ബഹുമാനവും ഏറെ സ്നേഹവുമുള്ള സുബിനച്ചൻ, എബിനച്ചൻ, കുര്യാക്കോസച്ചൻ, ഇടവകയുടെ ആദരണീയരായ ട്രസ്റ്റി സെക്രട്ടറി, ഈ കൺവെൻഷൻ യോഗത്തിന് നേതൃത്വ നിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഇതിൻ്റെ കൺവീനർ, ജോയിൻറ്റ് കൺവീനേഴ്സ്, ഒപ്പം അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭദ്രാസന പ്രതിനിധികൾ, കർത്താവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഏവർക്കും ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. 2022 ആണ്ട് കുവൈറ്റ് ആനുവൽ കൺവെൻഷന് ഏറ്റവും മനോഹരവും അർത്ഥസാംഗത്യവും നിറഞ്ഞ ഒരു പേരാണ് നൽകിയിട്ടുള്ളത്, റഹബോത്ത്. റഹബോത്ത് യഥാർത്ഥത്തിൽ ഈ റഹബോത്ത് എന്ന് പറയുന്നത്, അത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 22-ാം വാക്യത്തിൽ കാണുന്ന ഒരു പദമാണ്. റഹബോത്തിൻ്റെ കഥ ആരംഭിക്കുന്നത് ജലത്തെ ചൊല്ലിയുള്ള ഒരു ഷണ്ടയിൽ നിന്നാണ്. ആ വേദ പശ്ചാത്തലം നാം നോക്കുമ്പോൾ ആ പദം തന്നെ അർത്ഥമാക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയായ ദൈവം നൽകിയ ഇടമാണ് റഹബോത്ത്. നിറയുവാൻ, വർദ്ധിക്കുവാൻ, പുഷ്ടിപ്പെടുവാൻ, സമൃദ്ധിയോടെ ജീവിക്കുവാൻ തക്കവണ്ണം യഹോവയായ ദൈവം നൽകുന്ന ഇടമാണ് റഹബോത്ത്. ഇതിൻ്റെ പശ്ചാത്തലം ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ, അത് ജലത്തെ ചൊല്ലിയുള്ള ഒരു തർക്കമാണ്. ഇസഹാക്ക് പിതാവിൻ്റെ ഇടയന്മാരും അവിടെ ഉണ്ടായിരുന്ന ജാതികളും തമ്മിൽ ഉണ്ടാകുന്ന കിണറിനെ ചൊല്ലിയുള്ള തർക്കം. ആദ്യ 2 കിണറുകൾ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജാതികൾ കടന്നു വന്നപ്പോൾ അതവർക്ക് സൗജന്യമായി നൽകുകയും, എന്നാൽ ഷണ്ടകളൊന്നുമില്ലാതെ, പ്രതികൂലതകളൊന്നുമില്ലാതെ 3ാമത് കുഴിച്ച കിണറിൽ അതിൻ്റെ നടുവിൽ ഇസഹാക്ക് പിതാവ് പറയുന്നതാണ്: യഹോവ നൽകിയ ഇടം ഇതാണ്. നിറയുവാൻ, പുഷ്ടിപ്പെടുവാൻ, വർദ്ധിക്കുവാൻ യഹോവ നൽകിയ ഇടം. ജലം എപ്പോഴും ജീവന്റെ ആധാരമാണ്. ജീവന്റെ നിധാനമായ തിരുവചനങ്ങളിൽ പോലും ജലത്തെ അവതരിപ്പിക്കുന്നുണ്ട്. പോയ 2 വർഷം പ്രതികൂലതകളും രോഗങ്ങളും നിറഞ്ഞ കാലഘട്ടങ്ങളിൽ കൂടി കടന്ന് ഇതാ 2022 ആണ്ടിൽ സുവിശേഷത്തിൻ്റെ ദാഹവുമായി ഈ റഹബോത്തിൽ നാം ഒരുമിക്കുമ്പോൾ, ഈ ദിനങ്ങൾ, ഈ വചനങ്ങൾ നമ്മോട് സംവേദിക്കുന്നത്, ഞാനും നിങ്ങളും ഈ റഹബോത്തിൽ നിറയണം, വർദ്ധിക്കണം, പുഷ്ടിപ്പെടുവണം. ആത്മീയമായി നിറയുവാനുള്ള ഇടമാണ്.
അതുകൊണ്ട് തന്നെ ഈ റഹബോത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ, പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് റീ എക്സാമിൻ ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകണം. പോയ കാലങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടമായിരിക്കുന്ന വിശ്വാസ ബോധ്യങ്ങൾ, ക്രിസ്തു സാക്ഷ്യങ്ങൾ, ഇവയൊക്കെ ഒന്ന് പരിശോധിച്ച് നഷ്ടമായതിനെ കൂടുതൽ ഊർജത്തോടെ പിടിച്ച് അതിൽ നിറയുവാനുള്ള അവസരമാണ് റഹബോത്ത്. ഒരു മടങ്ങിപ്പോക്കിന് നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ക്രിസ്തു സാക്ഷ്യത്തിലേക്കും വിശ്വാസത്തിലേക്കും മടങ്ങിപ്പോക്കിന് നിദാനമാകട്ടെ ഈ സന്ധ്യ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവജനമേ, ഇന്ന് ഈ രാത്രിയുടെ ചിന്തയ്ക്കായി നിങ്ങളുടെ മുൻപാകെ തിരുവചനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു മടക്കയാത്രയെപ്പറ്റി സംസാരിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തിരുവചനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു മടക്കയാത്ര. യാത്ര എന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ രേഖപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും യാത്രയുടെ പശ്ചാത്തലം കടന്നു വന്നേക്കാം. പഞ്ചഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ പൂർവ്വപിതാക്കന്മാരും ദൈവജനവും നയിക്കുന്ന അനേകം യാത്രകളെ പറ്റി അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ മുന്നോട്ട് നീങ്ങുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകവും പ്രവാചകന്മാരുടെ പുസ്തകവും നോക്കുമ്പോൾ യഹോവയുടെ അരുളപ്പാടായി പ്രവാചകന്മാരും രാജാക്കന്മാരും ഒക്കെ നയിക്കുന്ന യാത്രകളെ പറ്റി അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. പുതിയ നിയമത്തിൽ സുവിശേഷത്തിൽ ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ തന്നെ ഒരു യാത്രയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് നൽകുന്ന പേരിങ്ങനെയാണ്, ജീസസ് മൂവ്മെന്റ്. ക്രിസ്തുവിൻ്റെ നടപടികൾ, അതൊരു യാത്രാ വിവരണമായി നമുക്കതിനെ വായിക്കുവാൻ കഴിയും. അപ്പോസ്തല പ്രവർത്തികളും ലേഖനങ്ങളുമൊക്കെ ശിഷ്യ സമൂഹത്തിൻ്റെ അപ്പോസ്തലന്മാരുടെ പ്രേഷിത പ്രവർത്തനങ്ങളും യാത്രകളുമാണ്. അപ്രകാരം ചിന്തിക്കുമ്പോൾ തിരുവചനങ്ങളിൽ മുഴുവനും യാത്രകൾ കൊണ്ട് സമ്പുഷ്ടമാണ്. അതിലേത് യാത്രയാണ് ഇന്ന് ഈ സന്ധ്യയിൽ നാം ചിന്തിക്കുന്നത്? ഈ പ്രബോധന ശുശ്രൂഷയുടെ ആദ്യോടന്തം നിങ്ങളുടെ ശ്രദ്ധ എന്നോടുകൂടി ഉണ്ടാകണമെന്നുള്ള ഒരു നിർബന്ധം എനിക്കുള്ളത് കൊണ്ട് ഈ യാത്ര ഏതെന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ കൊണ്ടൊന്ന് പറയിപ്പിക്കുവാൻ ഒരു ശ്രമം ഞാൻ നടത്തുകയാണ്. നിങ്ങൾ പാഴ്സനേജിൽ താമസിക്കുമ്പോൾ അവിടെ അനേകം ട്രോഫികൾ ക്രമീകരിച്ചിട്ടുണ്ടല്ലേ? അതിലൊന്ന് കണ്ടതാണ് ക്യൂസ് കോമ്പറ്റീഷന് ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞത്. ആ വിധത്തിൽ ബലഹീനനായ ഞാൻ മറ്റുള്ള ദേവാലയങ്ങളിലൊക്കെ ക്യൂസ് കോമ്പറ്റീഷന് നേതൃത്വം നൽകുമ്പോൾ അതിൽ നിർബന്ധപൂർവ്വം ഉൾപ്പെടുത്തുന്ന ഒരു റൗണ്ടുണ്ട്, ക്ലൂ റൗണ്ട്, സൂചന റൗണ്ട്. ഞാൻ കുറേ സൂചനകൾ നിങ്ങൾക്ക് നൽകാം. നിങ്ങൾ നിങ്ങളുടെ വേദവിജ്ഞാനത്തിൽ നിന്നുകൊണ്ട് പറയണം നമ്മൾ ഇന്ന് പഠിക്കുവാനായി പോകുന്ന ഈ യാത്ര, ഈ മടക്ക യാത്ര ഏതെന്ന്. അതിൽ 5 സൂചനകളാണുള്ളത്. ആദ്യ സൂചന പൊതുവിൽ നമുക്കറിയാവുന്നതുപോലെ കാഠിന്യമേറിയതാണ്. ഓരോ സൂചനകൾ കഴിയുന്തോറും അതിൻ്റെ കാഠിന്യം കുറഞ്ഞു വന്ന് ഉത്തരത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം സാധിക്കും. ഞാൻ വീണ്ടും പറയുന്നു, ആദ്യത്തെ 3 സൂചനകൾക്കുള്ളിൽ ആരെങ്കിലും ധൈര്യപൂർവ്വം അത് കൈ ഉയർത്തി ഉത്തരം പറയുകയാണെങ്കിൽ, ശരിയായ ഉത്തരം പറയുകയാണെങ്കിൽ ഈ ശുശ്രൂഷകളെല്ലാം പൂർത്തീകരിക്കുമ്പോൾ എന്നെ വന്ന് കണ്ടാൽ മതി, ഞാനൊരു സമ്മാനം നൽകിക്കോളാം. ആദ്യത്തെ 3 സൂചനകൾ, കാരണം 4ഉം 5ഉം ആകുമ്പോൾ ഉത്തരം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ആ യാത്ര ഏതാണ്? എൻ്റെ ഒന്നാമത്തെ സൂചന ഇതാണ്. യാത്രയിലെ യാത്രികരുടെ എണ്ണം എന്ന് പറയുന്നത് 2ആണ്. അവരുടെ ദിശ എന്ന് പറയുന്നത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. യാത്രയിലെ യാത്രികരുടെ എണ്ണം 2ആണ്. അവരുടെ ദിശ, ദ ഡയറക്ഷൻ എന്ന് പറയുന്നത് കിഴക്കു നിന്ന് പടിഞ്ഞാറോട്ടാണ്. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ അനേകം യാത്രകളുണ്ട്. കിഴക്കു നിന്ന് പടിഞ്ഞാറോട്ട്, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്, തെക്കു നിന്ന് വടക്കോട്ട്. ഇപ്പോൾ നമുക്ക് സംശയമാണ്, പോകട്ടെ, ചേർത്ത് വെച്ച് രണ്ടാമത്തെ യാത്രയെ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ക്ലൂ ഒന്ന് നോക്കാം. രണ്ടാമത്തെ ക്ലൂ ഇങ്ങനെയാണ്: അവരുടെ യാത്ര ആരംഭിച്ചത് സൂര്യൻ അസ്തമിച്ച സമയത്താണ്. എന്ന് പറഞ്ഞാൽ സന്ധ്യ സമയത്ത്. ഇങ്ങനെ പറയാനൊരു കാരണമുണ്ട്. ഇതൊരു യഹൂദ സംസ്കാരമല്ല. യഹൂദന്മാരെ സംബന്ധിച്ച് അവർ അവരുടെ യാത്രകളൊക്കെ ആരംഭിക്കുന്നത് ഉദയത്തിങ്കിലാണ്. സംഖ്യാപുസ്തകം 21-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്, ഇസ്രായേൽ ജനത അവരുടെ മരുഭൂ പ്രയാണ കാലഘട്ടത്തിൽ ഓരോ ദിവസത്തെ യാത്രകൾ ആരംഭിക്കുന്നത് പ്രഭാതത്തിങ്കിലാണ്. അതുകൊണ്ട് ഈ യാത്ര നമുക്കൊരു ബദൽ യാത്രയായിട്ട് കാണാം. പറയാമോ ഏതാണ് ഈ യാത്ര? ഒന്ന് അവിടെ പറഞ്ഞു. പിന്നെ സൂചനകളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ശരി ഉത്തരമാണെന്നോ എന്ന്. യാത്ര ഓക്കെ, പോട്ടെ, നമുക്ക് സമയമില്ല, ഞാൻ മുന്നോട്ട് പോകും. ഒരു സൂചനയും കൂടെ ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. മൂന്നാമത്തെ സൂചന,
യാത്രയുടെ പ്രാരംഭത്തിൽ യാത്രികരുടെ എണ്ണം 2 യാത്രയുടെ മധ്യത്തിൽ അത് 3 പിന്നീട് അത് അവർക്കൊരു സാക്ഷ്യത്തിന് കാരണമാകുകയും ചെയ്തു. ഒരു ഉത്തരം ഇവിടെ വീണ്ടും കിട്ടു. 3ാമത്തെ സൂചനയാ. ഈ സൂചനയിൽ ഉത്തരം പറയുന്നവർക്ക് മാത്രമേ ഉള്ളൂ സമ്മാനം. അവിടെയും ഒരു ഉത്തരം കേട്ടു. കഴിഞ്ഞു. അപ്പോൾ കുറേ ഉത്തരം കിട്ടിയിട്ടുണ്ട്. നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ഞാൻ മുന്നോട്ട് പോകുക. പല 2-3 ഉത്തരങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, ഉത്തരം ഒന്ന് വിശകലനം ചെയ്ത് നോക്കുക. 4ാമത്തെ സൂചന എങ്ങനെയാണ്? 2 യാത്രികർ അവരുടെ യാത്ര ആരംഭിച്ചത് ക്രിസ്തു ഉത്ഥാനം ചെയ്ത അതേ ദിവസമാണ്. 5ാമത്തെ സൂചന, അതിൽ ഒരു യാത്രികന്റെ പേര് ക്ലെയോപ്പാവ് എന്നുള്ളതാണ്. ഏതാണ് ആ യാത്ര? ഇവിടെ പറഞ്ഞു. ഇവിടാന്ന് കേട്ടത്. ആരാ പറഞ്ഞത്? ശുശ്രൂഷ കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് കാണണേ. നമുക്ക് സമ്മാനം ഞാൻ നൽകുന്നതാണ്. ഏതാണ് യാത്ര? എമ്മാവൂസിലേക്കുള്ള യാത്രയാണ്. ദൈവജനം ഇന്ന് രാത്രിയുടെ ചിന്തയ്ക്കും പഠനത്തിനുമായി ദൈവത്തിൽ ശരണപ്പെടുന്ന വേദവാക്യം ശുദ്ധമുള്ള ലൂക്കോസ് എവങ്കലിസ്റ്റിന്റെ സുവിശേഷം 24-ാം അധ്യായം 33-ാം വാക്യം. ശുദ്ധമുള്ള ലൂക്കോസ് എവങ്കലിസ്റ്റിന്റെ സുവിശേഷം 24-ാം അധ്യായം 33-ാം വാക്യം. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. That same hour they got up and returned to Jerusalem. എമാവൂസിലേക്കുള്ള യാത്രയിലെ ഏറ്റവും ക്ലൈമാക്സ് എന്ന് വിശേഷിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു വേദവാക്യമാണ് ഉദ്ധരിച്ചത്. ഇതാണ് അടിസ്ഥാനമായി എടുത്തിരിക്കുന്ന വേദവാക്യം. യഥാർത്ഥത്തിൽ ശുദ്ധമുള്ള ലൂക്കോസ് എവങ്കലിസ്റ്റിന്റെ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ സവിസ്തരം വിവരിക്കുന്ന മനോഹരമായ യാത്രയാണ് എമാവൂസിലേക്കുള്ള യാത്ര. ഈ യാത്രയെ വേദപഠിതാക്കൾ ക്രിസ്തുവിന്റെ പുനരുത്ഥാനാന്തര ആഖ്യാനങ്ങൾ, ദ പോസ്റ്റ് റിസറക്ഷണൽ നറേറ്റീവിന്റെ ഗണത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. കേവലം 2 വാക്യങ്ങളിൽ മർക്കോസ് എവങ്കലിസ്റ്റ് ഈ യാത്ര ഇങ്ങനെ ചുരുക്കുമ്പോൾ ലൂക്കോസ് മാത്രമാണ് ഇത്ര ആലങ്കാരികമായി ഈ യാത്രയെ അവതരിപ്പിക്കുന്നത്. ഈ യാത്ര വീട്ടിൽ ചെന്ന് നിങ്ങൾക്ക് പരിചയമുള്ളതാണ് എങ്കിൽ പോലും ആ 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ നോക്കണം. അതിൻ്റെ സംഭവങ്ങളൊക്കെ ഈ പ്രബോധന ശുശ്രൂഷയുടെ ഭാഗങ്ങളിൽ ഞാൻ പറയുന്നതാണ്. അതെല്ലാം ചേർത്ത് വെച്ച് വീട്ടിൽ ചെന്ന് ഒന്ന് വായിച്ചു നോക്കണം. ലൂക്കോസ് മാത്രം അവതരിപ്പിക്കുന്ന ഈ യാത്ര 13-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിച്ചു തുടങ്ങുന്നത്. അവരിൽ 2 പേർ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. ആരിൽ 2 പേരാണ്? ശിഷ്യന്മാരിൽ 2 പേർ. തൻ്റെ കൂടെ സഹചാരികളായിരുന്ന 12 അപ്പോസ്തലന്മാരിൽ ഉൾപ്പെട്ടവരല്ല. ക്രിസ്തുവിന്റെ പരസ്യശുശ്രൂഷ വേളയിൽ ആയിരങ്ങൾ അവനെ അനുധാവനം ചെയ്തു. അനുധാവനം ചെയ്തവരിൽ 2 പേർ, സഹശിഷ്യന്മാരിൽ 2 പേരാണ് യാത്ര തിരിക്കുന്നത്. അതിൽ ഒരാളുടെ പേര് പറഞ്ഞു, നമ്മൾ മുമ്പ് കേട്ടതാണ്. എന്താണ്? ക്ലെയോപ്പാവ് എന്ന് പറഞ്ഞു. മറ്റൊരാളുടെ പേര് അവിടെ പരാമർശിച്ചിട്ട് പോലും ഇല്ല. അവർ ഇവിടെ നിന്ന് എങ്ങോട്ട് യാത്ര തിരിച്ചു എന്ന വേദഭാഗത്ത് കാണുന്നത്? യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മാവൂസിലേക്ക് യാത്ര തിരിച്ചു. വിശുദ്ധ നഗരമാകുന്ന യെരൂശലേമിനെ, ദൈവത്തിൻ്റെ ദേവാലയം സ്ഥിതി ചെയ്യുന്ന യെരൂശലേമിനെ, ക്രിസ്തുവിൻ്റെ പരസ്യശുശ്രൂഷയും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവവും ക്രിസ്തുവിൻ്റെ കുരിശുമരണവും ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിനും സാക്ഷ്യം വഹിച്ച യെരൂശലേമിനെ ഉപേക്ഷിച്ചുകൊണ്ട് രാത്രിയുടെ മറവ് പിടിച്ചുകൊണ്ട് അവർ സ്വന്തം പട്ടണത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. രാത്രിയുടെ മറവ് പിടിച്ച് സ്വന്തം ദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന 2 ശിഷ്യന്മാർ. ഈ 2 ശിഷ്യന്മാരുടെ സ്വന്തം ദേശമാണ് ഈ എമാവൂസ് എന്ന് ഞാൻ വെറുതെ പറയുകയല്ല. അത് വരച്ചു കാട്ടുന്നത് മർക്കോസ് എവങ്കലിസ്റ്റിയാണ്. മർക്കോസ് എവങ്കലിസ്റ്റ് സുവിശേഷം 16-ാം അധ്യായം 12-ഉം 13-ഉം വാക്യങ്ങളിൽ ഇതിൻ്റെ ചെറിയ ഒരു ഫോം അവതരിപ്പിക്കുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: അവർ സ്വന്തം ദേശത്തിലേക്ക് യാത്ര തിരിച്ചു എന്ന്. വിശുദ്ധിയുടെ നഗരമാകുന്ന യെരൂശലേമിനെ ഉപേക്ഷിച്ച് ക്രിസ്തു ഉദ്ധാനം ചെയ്ത അതേ രാത്രിയിൽ രാത്രിയുടെ മറവിൽ പിടിച്ചുകൊണ്ട് സ്വന്തം ദേശത്തേക്ക് പോകുന്ന 2 പേരെയാണ്, 2 ശിഷ്യന്മാരെയാണ് ഈ യാത്രയുടെ പ്രാരംഭത്തിൽ ഞാനും നിങ്ങളും കാണുന്നത്. പ്രിയമുള്ളവരെ, എപ്പോഴാ ഒരാൾ സ്വന്തം ദേശത്തെ കാംക്ഷിക്കുന്നത്? സ്വന്തം ഭവനത്തിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നത് എപ്പോഴാ? ഈ പരദേശത്ത് ജീവിക്കുമ്പോൾ അതിൻ്റെ പ്രയാസം എന്താണെന്നും സ്വദേശത്തിൻ്റെ നന്മകൾ എന്താണെന്നും നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വന്തം ഭവനം നമ്മൾ എപ്പോഴാണ് കാംക്ഷിക്കുന്നത്? 2 സാധ്യതകളാണുള്ളത്.
അതിലൊന്ന് ഭവനത്തെ പറ്റിയുള്ള നല്ല സ്മരണകൾ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഭവനത്തിൽ എത്തിച്ചേർന്ന് ചെയ്യേണ്ട ചില നന്മകളെ ഓർക്കുമ്പോൾ. ഉദാഹരണത്തിന്, കുവൈറ്റിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് പോകേണ്ട സാഹചര്യങ്ങൾ എപ്പോഴൊക്കെയാ? ഒന്നുകിൽ നമ്മുടെ ഉണ്ടാകുന്ന ഒരു ഗ്രഹാതുരത്വമുണ്ടല്ലോ, ഇടവക പള്ളിയിലെ പെരുന്നാൾ, അല്ലേ? ഭവനത്തിൽ എന്തെങ്കിലും സന്തോഷപരമായ ചടങ്ങ് നടക്കുമ്പോഴൊക്കെ സ്വാഭാവികമായി നമ്മുടെ മനസ്സൊന്ന് വെമ്പൽ കൊള്ളും. എങ്ങോട്ട് പോകുവാൻ? സ്വന്തം ഭവനത്തിലേക്ക് പോകാൻ. ഇതൊന്നാമത്തെ സാധ്യതയാണ്. രണ്ടാമത്തെ ഒരു സാധ്യതയുണ്ട്. ഈ COVID-19 ഒക്കെ അതിരൂക്ഷമായപ്പോൾ ഗവൺമെന്റ് ആദ്യം ഇറക്കിയ നിർദ്ദേശം എന്താ? മാസ്ക് ധരിക്കണമെന്നുള്ളതിനേക്കാളും അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞു, വീടിന് പുറത്തേക്ക് ഇറങ്ങരുത്. എന്താണ്? വീടിന് പുറത്തേക്ക്, ഭവനത്തിന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ രോഗാതുരതരായി തീരുവാനുള്ള സാധ്യത അധികമാണ്. പുറത്ത് അരക്ഷിതമായ അവസ്ഥകൾ നിലകൊള്ളുമ്പോൾ സുരക്ഷിതമായി നിലകൊള്ളുവാനുള്ള സാഹചര്യം എവിടെയുണ്ട്? ഭവനത്തിനുള്ളിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു തമ്പുരാൻ ഒരു ഉപമ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ കാണുന്ന ഒരു സ്നേഹവാനായ പിതാവും ഒരു മുടിയനായ പുത്രൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയുമാണ്. അവൻ അപ്പൻ്റെ സ്വത്തും അപ്പൻ്റെ സ്നേഹവും കളഞ്ഞുകൊണ്ട്, അപ്പൻ്റെ സ്വത്തും വാങ്ങിക്കൊണ്ട് ദൂരദേശത്ത് പോയി. അവിടെ ക്ഷാമമുണ്ടാകുന്നു. പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്ന വേളയിൽ അവൻ ആരെ പറ്റി ഓർത്തു? അപ്പനെ പറ്റി ഓർത്തു. ആയിരിക്കുന്ന സാഹചര്യങ്ങൾ അരക്ഷിതമാകുന്ന അവസ്ഥകൾ സൃഷ്ടിക്കുമ്പോൾ നാം എന്ത് കാംക്ഷിക്കും? സ്വന്തം ഭവനം, സ്വന്തക്കാരെ ഞാനും നിങ്ങളും കാംക്ഷിക്കും. ഈ വേദഭാഗം പരിശോധിക്കുമ്പോൾ ഈ 2 ശിഷ്യന്മാർ നിലകൊണ്ടിരുന്ന യെരൂശലേം എന്ന വിശുദ്ധ പട്ടണം അവർക്ക് അരക്ഷിതാവസ്ഥകൾ, പ്രതികൂലതകൾ സൃഷ്ടിച്ചപ്പോൾ അവരെങ്ങോട്ട് പോയി? സ്വന്തം പട്ടണത്തിലേക്ക് രാത്രിയുടെ മറവ് പിടിച്ച് ഓടിപ്പോകുന്നു. പ്രിയമുള്ളവരെ, ഇതുപോലെ തന്നെയാ നമ്മുടെ ആത്മീയ ജീവിതം. സുരക്ഷിതമാകുന്ന ഇടങ്ങളെ കാംക്ഷിക്കുവാൻ തക്കവണ്ണം, ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ അനുഭവങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട്, പരിശുദ്ധമാകുന്ന മാമോദീസയിൽ കൂടി നാം പ്രാപിച്ച വിശുദ്ധിയുടെ മൂറോന്റെ പരിമള വാസന നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ പലപ്പോഴായി കൈമോശം വന്നു പോകുന്ന സാഹചര്യങ്ങളിൽ അവിടെ നിന്ന് മടങ്ങിപ്പോകുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. ഈ 2 ശിഷ്യന്മാർ വിശുദ്ധിയുടെ പട്ടണം ഉപേക്ഷിച്ച് എമാവുസിന്റെ സുരക്ഷിത അവസ്ഥകളിലേക്ക് കടന്നുപോയപ്പോൾ ക്രിസ്തുദാനും അവരോട് ചേർന്ന് അവരുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടാക്കി അവരെ എങ്ങോട്ട് കൊണ്ടുവരുന്നു? തിരികെ യെരൂശലേമിലേക്ക് കൊണ്ടുവരുന്നു. അവിടെയാ നാം ഈ വായിച്ച വേദവാക്യത്തിന്റെ പ്രസക്തി. ദാറ്റ് സെയിം അവർ ദേ ഗോട്ട് അപ്പ് ആൻഡ് റിട്ടേൺ ടു ജെറുസലേം. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. എമാവൂസ് യാത്ര എന്ന പൊതുവിൽ ഇതിനെ പറയുമെങ്കിലും എമാവൂസിലേക്ക് പോയതിനല്ല ഇവിടെ പ്രാധാന്യം. പിന്നെ എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ അവരുടെ ജീവിതാനുഭവം കൊണ്ട് തിരികെ യെരൂശലേമിലേക്ക് വന്നതിനാണ് പ്രാധാന്യം. അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു മടക്ക യാത്രയാണ്. ആത്മീയ ജീവിതത്തിൽ ഞാനും നിങ്ങളും ഈ റഹബോത്തിൽ സ്വീകരിക്കേണ്ട മടക്ക യാത്ര ഇത് തന്നെയാണ്. നഷ്ടപ്പെട്ട വിശ്വാസബോധ്യങ്ങളിലേക്കും ക്രിസ്തു സാക്ഷ്യങ്ങളിലേക്കും നമുക്ക് മടങ്ങിപ്പോകാം. ഈ 2 ശിഷ്യന്മാരുടെ മടക്കയാത്രയുടെ കാരണങ്ങളാണ് ഈ രാത്രിയിൽ ഞാനും നിങ്ങളും അന്വേഷിക്കുവാനായി പോകുന്നത്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഈ കാരണങ്ങളെ കൊണ്ടുവന്ന് അവലംബിച്ച് വിശുദ്ധിയുടെ വടവുകളിലേക്ക് നമുക്കൊന്ന് മടങ്ങിപ്പോകാം. എമാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാർ വിശുദ്ധ നഗരമാവുന്ന യെരൂശലേമിലേക്ക് മടങ്ങി വന്നു. അതിനുള്ള കാരണങ്ങൾ അതിൽ പ്രഥമമായി, 1, അവരുടെ ആത്മീയ അന്ധതയെ തുടച്ചു നീക്കി. അവരുടെ ആത്മീയ അന്ധതയെ തുടച്ചു നീക്കി. Their spiritual blindness was erased. എന്താ ഈ സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്? ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? അന്ധത, അല്ലേ? അന്ധത എന്ന് പറഞ്ഞ സാഹചര്യം എന്തുവാ? കണ്ണ് കാണുവാൻ കഴിയാത്ത അവസ്ഥയാണ് അന്ധത എന്ന് പറയുന്നത്. തത്വചിന്തകന്മാർ, ഫിലോസഫേഴ്സ് പറയും കാഴ്ച 2 തരത്തിലുണ്ടെന്ന്. അതിൽ പ്രഥമമായി ഒന്നാമത് വരുന്ന കാഴ്ചയെ പറയുന്ന പേരിങ്ങനെയാണ്, ദ ഫിസിക്കൽ വിഷൻ എന്ന് പറഞ്ഞാൽ ബാഹ്യമായ കാഴ്ചയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് നാം കാണുന്നതെല്ലാം ഈ കാഴ്ചയിൽ വരുന്നതാണ്. അവിടെ ഇരുന്ന് നിങ്ങൾ എന്നെ കാണുന്നത് പോലെ ഞാൻ എൻ്റെ നഗ്നനേത്രം കൊണ്ട് നിങ്ങളെ കാണുന്നു. ഇതെല്ലാം ഏത് കാറ്റഗറി വരുന്നതാണ്? ഫിസിക്കൽ വിഷൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അത് ഈ കാഴ്ച എങ്ങനെയാണ് പ്രാപ്യമാകുമെന്ന് ചോദിച്ചാൽ, ഒരു നിശ്ചിത ദൂരത്തിൽ നിശ്ചിത അളവിൽ വെളിച്ചം ഒരു വസ്തുവിൽ ചെന്ന് തട്ടി അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മുടെ കണ്ണിൻ്റെ ആ സ്പോട്ടിലേക്ക്, റെറ്റിനെന്നോ അതിന് ഒപ്റ്റിക് നെർവെന്നോ എന്താണെന്ന് വേണമെങ്കിലും വിളിക്കാം, അതിലേക്ക് വന്ന് ഉണ്ടാകുമ്പോൾ അവിടെ നടക്കുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് നാം ആ വസ്തുവിനെ കാണുന്നത്.
ഈ യാത്രയ്ക്ക് എന്തെങ്കിലും തടസ്സമുണ്ടാകുകയാണെങ്കിൽ നാം അതിനെ വിളിക്കും അന്ധത എന്ന്. പലതരത്തിലുള്ള അന്ധതയുണ്ടല്ലോ, കാട്രാക്റ്റ് ഉണ്ട്, പല രീതിയിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ ഫിസിക്കൽ വിഷൻ, അതിലുണ്ടാകുന്ന തടസ്സങ്ങളെ നമുക്ക് ആ അന്ധത എന്ന് വിശേഷിപ്പിക്കാം. ഫിലോസഫർ പറയുന്ന രണ്ടാമത്തെ കാഴ്ച എന്ന് പറയുന്നത് ദ വിഷൻ ഓഫ് ലൈഫ് എന്ന് വിശേഷിപ്പിക്കാം. ദ വിഷൻ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ കാഴ്ച, അതല്ലെങ്കിൽ ഉൾക്കാഴ്ച, അതുമല്ലെങ്കിൽ ആത്മീയമായ കാഴ്ച. എന്താ ഈ കാഴ്ചയുടെ പ്രത്യേകത എന്നറിയാമോ? കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്തതിനെ പോലും കാണുവാനുള്ള കഴിവാണ് ഈ കാഴ്ച. The ability to see what is unseen. ഇതുവരെ കണ്ടിട്ടില്ല, അതിനെ പോലും കാണുവാനുള്ള കാഴ്ചയാണ് ആത്മീയമായ കാഴ്ച. സ്വർഗം, നരകം, പറുദീസ, ഏദൻ തോട്ടം, ഈ പദങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായി ചില ചിത്രങ്ങൾ രൂപപ്പെടും, അല്ലേ? ഇതൊക്കെ കണ്ടിട്ടാണോ ഈ ചിത്രങ്ങളൊക്കെ രൂപപ്പെടുന്നത്? ആണോ? അല്ല. നമ്മുടെ വായനകളിൽ നമ്മൾ കേട്ടിട്ടുള്ള പ്രബോധനങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്ന കാഴ്ചയുടെ ചിത്രങ്ങളാണ് ഇത് ഒരു കാഴ്ചയാണ്. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ഗോത്രപിതാവായ യാക്കോബ് ബേഥേലിൽ കാണുന്ന ദർശനം, യെശയ്യാവും യെഹെസ്കേലും ഒക്കെ കാണുന്ന ദർശനം, ദാനിയേലിന്റെ ദർശനം, ദമസ്കോസിന്റെ പടിവാതിക്കൽ ശൗൽ എന്ന പൗലോസ് കാണുന്ന ദർശനം, വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ ഉണ്ടാകുന്ന ആത്മവിവശത, ഇവയൊക്കെ എന്താണ്? ഒരു ആത്മീയമായ കാഴ്ചയാണ്, ദൈവികമായ കാഴ്ചയാണ്. കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്തതിനെ പോലും കാണുവാനുള്ള കഴിവ്. ഈ വേദഭാഗം പഠിക്കുമ്പോൾ പറയുന്നത് എന്താ? ഈ രണ്ട് ശിഷ്യന്മാർക്ക് ഈ കഴിവ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ ആത്മീയമായി അന്ധത ബാധിച്ചവരാണ്. കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്തതിനെ പോലും കാണുവാനുള്ള കഴിവ് അവർക്കില്ലായിരുന്നു എന്ന് ഈ വേദഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. എന്താ ഇവരുടെ ഈ ആത്മീയ അന്ധതയുടെ കാരണം? ഞാൻ ചിന്തിച്ചിട്ട് ഒരു ഉത്തരമേ കിട്ടുന്നുള്ളൂ. ആ ഉത്തരം ഇങ്ങനെയാണ്: വിശ്വാസരാഹിത്യം. ആത്മീയ അന്ധതയുടെ പ്രധാന കാരണം എന്താ? വിശ്വാസരാഹിത്യം. എന്താ വിശ്വാസം? എന്താ വിശ്വാസം? വിശ്വാസത്തിന് മനോഹരമായ നിർവചനം അറിയാം. എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം എന്താ എന്ന് പറഞ്ഞേ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും. അടുത്ത വാക്ക് എനിക്ക് കേൾക്കേണ്ടത്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഏതാണ് കാണാത്ത കാര്യങ്ങൾ? ഏതാണ് ഈ കാണാത്ത കാര്യങ്ങൾ? അതിനെ ഞാൻ വിശേഷിപ്പിച്ചത് ആത്മീയമായ കാഴ്ച. അതിനെപ്പറ്റിയുള്ള നിശ്ചയം ഇല്ലാത്ത അവസ്ഥയാണ് വിശ്വാസരാഹിത്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ടു ശിഷ്യന്മാർക്ക് ഉണ്ടായിരുന്നത് വിശ്വാസരാഹിത്യമാണ്. അതവരുടെ വാക്കിലും പ്രവൃത്തിയിലും ഈ വേദഭാഗത്തിൽ കൂടി നമുക്ക് വായിച്ചെടുക്കുവാൻ തക്കവണ്ണം കഴിയും. അവർക്ക് വിശ്വാസത്തിൻ്റെ കുറവിനെ നമുക്ക് കാണുന്നുണ്ട്. യേശു തമ്പുരാൻ ഒരു അപരിചിതനായി അവരോടുകൂടി ചേർന്ന് നടന്നപ്പോൾ അപരിചിതനായ മനുഷ്യനോട് ആരെപ്പറ്റിയാണ് സംസാരിക്കുന്നത്? യേശുവിനെ പറ്റി തന്നെ സംസാരിക്കുക. കൂടെ നടക്കുന്നത് ക്രിസ്തുവാണെന്ന് കാണുവാൻ തക്കവണ്ണം അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് 16-ാം വാക്യത്തിൽ പറയുന്നത് അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു എന്ന്. 19-ാം വാക്യത്തിൽ വീണ്ടും കാണുന്നുണ്ട് അവർ ക്രിസ്തുവിനെ പറ്റി വലിയൊരു പ്രഖ്യാപനം, ഒരു വിശ്വാസ പ്രഖ്യാപനം എന്ന നിലയിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ തക്കവണ്ണം കഴിയും. അവിടെ പറയുന്നത് എങ്ങനെയാണ്? ദൈവത്തിനും സകല ജനത്തിനും പ്രവൃത്തിയിലും വാക്കിയിലും ശക്തിയുള്ള ഒരു മനുഷ്യനായി ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നു. എന്നിട്ടും കൂടെ നടക്കുന്നത് ക്രിസ്തുവാണെന്ന് കാണുവാൻ തക്കവണ്ണം അവർക്ക് കഴിയുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങളും രോഗങ്ങളിലും അവസ്ഥകളിൽ കൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. അയ്യം വിളിക്കുന്ന അവസരങ്ങളിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. അരികിൽ നിൽക്കുന്ന ക്രിസ്തു സാന്നിധ്യത്തെ പലപ്പോഴും കണ്ണു തുറന്ന് കാണുവാൻ തക്കവണ്ണം നമുക്ക് കഴിയാതെ പോകുന്നുണ്ട്. നാം എഴുതുമ്പോൾ, എന്നെപ്പോലെ പ്രസംഗിക്കുമ്പോൾ, സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ക്രിസ്തുവിനെ പറ്റി ഞാനും നിങ്ങളുമൊക്കെ വാചാലരാകാറുണ്ട്. എന്നാൽ സ്വജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ഒരിക്കൽ പോലും ക്രിസ്തു കൂടെ ഉണ്ടെന്ന് കാണുവാൻ തക്കവണ്ണം, വിശ്വസിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയാതെ പോകുന്നുണ്ട്. ഈ വേദഭാഗം പഠിക്കുമ്പോൾ അവരുടെ വിശ്വാസരാഹിത്യം ഇതൊക്കെയാണെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ഈ വേദഭാഗത്തിന് പുറത്ത് ഇവരുടെ വിശ്വാസക്കുറവ് കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കുവാൻ കഴിയും. ഇതിൻ്റെ ചരിത്രവും രാഷ്ട്രീയ പശ്ചാത്തലവും നാം ഒന്ന് അന്വേഷിക്കുമ്പോൾ ഈ കഥാപാത്രം, ഈ ക്ലയോപ്പാവ് എന്ന കഥാപാത്രത്തെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ വേദഭാഗമല്ലാതെ വേറെ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ ക്ലയോപ്പാവിനെ പറ്റി? ആരാണ് ക്ലയോപ്പാവ് എന്നുള്ള ഉത്തരത്തിന് വേദപഠിതാക്കൾ രണ്ട് ന്യായങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഒന്നാമത് പറയുന്നത് ഇങ്ങനെയാണ്: യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25-ാം വാക്യത്തിൽ യേശു തമ്പുരാന്റെ ക്രൂശിന്റെ ചവിട്ടിൽ നിൽക്കുന്ന 4 മറിയമാരെ പറ്റി പറയുന്നുണ്ട്. അതിലൊരു മറിയെ വിശേഷിപ്പിക്കുന്നത് ഒരു ക്ലയോപ്പാവിൻ്റെ
ഭാര്യ എന്ന നിലയിലാണ്. വേദപഠിതാക്കൾ പറയുന്നു, ഈ ക്ലെയോപ്പാവ് തന്നെയാണോ ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എമ്മാവൂസിലേക്ക് പോയ ക്ലെയോപ്പാവ് എന്ന് ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ക്ലെയോപ്പാവ് എന്നല്ല അതിൻ്റെ യഥാർത്ഥമായ തർജിമ ക്ലോപ്പസ് എന്നാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സമർത്ഥിക്കുന്നുമുണ്ട്. ആ വിധത്തിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുകൊണ്ട് അതാണ് ക്ലെയോപ്പാവെന്ന് ഈ വാദത്തെ കൂടുതലായിട്ട് സ്വീകരിക്കുന്നില്ല. എന്നാൽ സ്വീകാര്യമായ ഒരു വാദമുണ്ട്. ആരാണ് ക്ലെയോപ്പാവ് എന്ന് ചോദിച്ചാൽ എഡ്വിൻ മാക്നെൽ പീറ്റൻ എന്ന് പറയുന്ന ഒരു വേദശാസ്ത്ര പണ്ഡിതൻ പോസ്റ്റ് റിസറേഷൻ നറേറ്റീവ് സ്റ്റഡീസ് നടത്തിക്കൊണ്ട് പറയുന്നത്, ഈ ക്ലെയോപ്പാവ് എന്ന് പറയുന്ന മനുഷ്യൻ എമ്മാവൂസ് പട്ടണത്തിലെ ധനാഢ്യനായ ഒരു മനുഷ്യനായിരുന്നു. ധനാഢ്യനായ ഒരു മനുഷ്യൻ. അദ്ദേഹം അത് തെളിയിക്കുന്നത് ചരിത്ര ഭൂമിശാസ്ത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. ഏതാണ് ഈ എമ്മാവൂസ് പട്ടണം? ഏതാണ് ഈ എമ്മാവൂസ് പട്ടണം? ഇന്നും യെരൂശലേമിൽ സ്ഥിതി ചെയ്യുന്ന അൽക്വേബേവ എന്ന് പറയുന്ന പട്ടണമാണ് എമ്മാവൂസ് പട്ടണം. അന്നും ഇന്നും ആ പട്ടണം അറിയപ്പെടുന്നത് ദി സിറ്റി ഓഫ് ഹോട്ട് സ്പ്രിങ്സ് എന്നാണ്. ചൂടുറവകളുടെ പട്ടണമാണ് എമ്മാവൂസ് പട്ടണം. അങ്ങനെ പറയാൻ അതിൻ്റെ ഭൂമിശാസ്ത്ര പശ്ചാത്തലമുണ്ട്. എമ്മാവൂസ് പട്ടണത്തിൻ്റെ പാറക്കെട്ടുകളുടെ ഊഷ്മാവേറിയതും സമുദ്ര തീരത്തോട് സമനില പുലർത്തുന്നതുമായ ഈ പട്ടണത്തിൻ്റെ പാറക്കെട്ടുകളുടെ ഇടയിൽ നിന്ന് വരുന്നത് ഇളം ചൂടുവെള്ളമാണ്. ഗ്രീക്ക് ഭരണകൂടത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ ഇളം ചൂടുവെള്ളം ഏറെ ഔഷധ ഗുണമുള്ളതാകൊണ്ട് ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ പലയിടങ്ങളും കുളിയിടങ്ങൾ സ്ഥാപിച്ചു. കുളിയിടങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂൾ. ഈ കാലഘട്ടത്തിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കുവാൻ കഴിയുന്നത് കാലഘട്ടങ്ങളിൽ റിട്രീറ്റ് സെൻറ്റേഴ്സ്, സ്പാ സെൻറ്റേഴ്സ് എന്നൊക്കെ പറയത്തില്ലേ, വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാനുള്ള ചില കേന്ദ്രങ്ങൾ, കുളിയിടങ്ങൾ ഈ ചൂടുറവകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഗ്രീക്ക് ഭരണകൂടം അവലംബിക്കുകയുണ്ടായി. എഡ്വിൻ പറയുന്നത് ഇതാണ്, ഇങ്ങനെയുള്ള കുളിയിടങ്ങളുടെ ഉടമയായിരുന്നു ആര്? ക്ലെയോപ്പാവ് എന്ന് പറയുന്നത്. ഗ്രീക്ക് ഭരണത്തിൽ നിന്ന് റോമൻ ഭരണം ഏറ്റെടുത്തപ്പോൾ, പ്രത്യേകിച്ച് ഹേരോദ് അഗ്രിപ്പായുടെ ഭരണവാഴ്ചയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെയുള്ള കുളിയിടങ്ങൾക്ക് ആഡംബര നികുതി ഏർപ്പെടുത്തി. സ്വാഭാവികമായും കുളി ഉടമകളാകുന്ന ക്ലെയോപ്പാവിനെ പോലുള്ള വ്യക്തികൾക്ക് ആരോട് നീരസമുണ്ടാകും? റോമൻ ഗവൺമെന്റിനോട് നീരസമുണ്ടാകും. ഈ സാഹചര്യത്തിലാണ് അവർ കേൾക്കുന്നത് നസറേത്തുകാരനായ ഒരു മനുഷ്യൻ റോമൻ ഭരണകൂടത്തിനെതിരെ വിപ്ലവം സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് അന്ന് പെസഹായുടെ രാത്രിയിൽ അവർ ക്രിസ്തുവിന്, യേശുവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം യെരൂശലേമിലേക്ക് പോയി എന്ന ഒരു ചരിത്രം എഡ്വിൻ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ഈ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ അവർ യെരൂശലേമിലേക്ക് ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുവാൻ തക്കവണ്ണം കടന്നു ചെല്ലുന്നത് വിശ്വസിച്ചത് കൊണ്ടാണോ അതോ അവരുടെ സ്വകാര്യമായ ലാഭത്തിന് വേണ്ടിയാണോ? എന്താണ് നിങ്ങളുടെ പക്ഷം? എന്താ? തീർച്ചയായും സ്വകാര്യമായ ലാഭത്തിന് വേണ്ടിയാണ്. ചരിത്രം എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, പശ്ചാത്തലങ്ങൾ, രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ എന്തും ആയിക്കൊള്ളട്ടെ, യഥാർത്ഥത്തിൽ ഈ വേദഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും, ആ രണ്ടു ശിഷ്യന്മാരുടെ ആത്മീയന്തയുടെ കാരണം വിശ്വാസം ഇല്ലായ്മ തന്നെയാണ്. വിശ്വസിച്ചിരുന്നുവെങ്കിൽ അവർ ആ സ്ത്രീകളോടൊപ്പം ചേർന്ന് ആ ഒഴിഞ്ഞ കല്ലറ കാണുവാൻ തക്കവണ്ണം തയ്യാറായേനെ. എന്നാൽ വേദഭാഗത്തിൽ കാണുന്നുണ്ട്, ഈ രണ്ടു ശിഷ്യന്മാർ പോകുന്ന വേളയിൽ ക്രിസ്തുതാനും അവരോട് ചേർന്ന് അവരുടെ വിശ്വാസരാഹിത്യത്തെ, അവരുടെ ആത്മീയ അന്ധതയെ തുടച്ചു നീക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ അന്ധതയെ തുടച്ചു നീക്കണമെങ്കിൽ, വിശ്വാസത്തിൻ്റെ കുറവുകളെ നീക്കിക്കളയണമെങ്കിൽ യേശു തമ്പുരാൻ ആ രണ്ടു ശിഷ്യന്മാർക്ക് നൽകുന്ന രണ്ട് പടികൾ ഞാനും നിങ്ങളുമൊക്കെ അവലംബിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ പറയുമല്ലോ, ഈ വളർന്നു വരുന്ന തലമുറകളൊക്കെ ദേവാലയത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്നവരാണെന്ന്, അല്ലേ? ഈ മുതിർന്ന ഈ ഒരു തലമുറയ്ക്ക് ശേഷം ഇങ്ങനെയുള്ള ആരാധനയ്ക്കും കൺവെൻഷനും ഒക്കെ, പ്രാർത്ഥനാ യോഗങ്ങൾക്കും ഒക്കെ ഈ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ വരുമോ? എനിക്ക് പക്ഷമില്ല. ഇവിടെ കുവൈറ്റിൽ വളർന്നതിന് ശേഷം അവർ മൈഗ്രേറ്റ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഈ ഇവിടെ വന്ന് ആരാധിക്കുവാനോ അല്ലെങ്കിൽ നാട്ടിൽ പോയി ആരാധിക്കുവാനോ ഇവരെ ഒന്നും കിട്ടത്തില്ല. ആത്മീയ പക്വതയുള്ള തലമുറകളേക്ക് വാർത്തെടുക്കണമെങ്കിൽ, ആത്മീയമായ അന്ധത തലമുറകളെ നീക്കിക്കളയണമെങ്കിൽ യേശു അവലംബിച്ച, ക്രിസ്തു ഇവിടെ അവലംബിക്കുന്ന ആ രണ്ട് പടികൾ, അവരുടെ ആത്മീയ അന്ധതയെ തുടച്ചു നീക്കുവാൻ സ്വീകരിച്ച രണ്ട് പടികൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതങ്ങളിലേക്കും നാം സ്വാംശീകരിക്കണം. നിങ്ങളുടെ ഹൃദയ പലകളിൽ എഴുതിയിട്ടുകൊള്ളണം യേശു ചെയ്യുന്ന ആ രണ്ട് പടികൾ എന്താണെന്ന്. അതിൽ ഒന്നാമത്തെ പടി, ആത്മീയ അന്ധതയെ നീക്കുവാൻ തക്കവണ്ണം ക്രിസ്തു അവലംബിച്ച ഒന്നാമത്തെ പടി, ആത്മീയ അധ്വാനത്തിൻ്റെ പാഠം അവർക്ക് പകർന്നു നൽകി എന്നതാണ്. എന്താ? ആത്മീയ അധ്വാനത്തിൻ്റെ പാഠം അവർക്ക് പകർന്നു നൽകി. സ്പിരിച്വൽ എക്സസൈസ്. എന്താ അത്? ഫിസിക്കൽ എക്സസൈസ് എന്തുവാ? കായികമായ അധ്വാനം.
എന്തിനു വേണ്ടിയാ? ശരീരത്തിൻ്റെ ഉന്മേഷത്തിനും ആകാര വടിവിനും സൗന്ദര്യത്തിനുമായിട്ടൊക്കെ നമ്മൾ കായികമായി അധ്വാനിക്കണം, അല്ലേ? പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൻ്റെ ജീവിതശൈലിയിൽ നമ്മൾ ഇങ്ങനെ കഴിച്ചും ഉറങ്ങിയും തണുത്തുമൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ദുർമേധസ്സുകളെ കുരുക്കി കളയാൻ തക്കണം നമുക്ക് എന്ത് വേണം? കായികമായ അധ്വാനം വേണം, എക്സസൈസ് വേണം. പണ്ട് കാലത്ത് അതുകൊണ്ടാണല്ലോ ഈ കാലഘട്ടത്തിലൊക്കെ ഈ ഫിറ്റ്നസ് സെൻറ്റേഴ്സും ഈ ഫിറ്റ്നസ് സെൻറ്ററിനോട് അനുബന്ധമായ ആപ്പുകളൊക്കെ സുലഭമാകുന്നത്. പണ്ട് കാലത്ത് ഈ പട്ടിണി ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ദാരിദ്ര്യമുള്ളത് കൊണ്ട് പണമില്ലാത്തത് കൊണ്ടൊക്കെ പട്ടിണി കിടക്കുന്ന അമ്മമാരെയൊക്കെ നമുക്ക് പരിചയമുണ്ട്, അല്ലേ? പണ്ട് കാലത്ത് ഭക്ഷണം മേടിക്കുവാൻ കാശില്ലാത്തത് കൊണ്ട് പട്ടിണി കിടക്കുന്ന തലമുറകളുണ്ട്. എന്നാൽ ഇന്ന് സമൃദ്ധമായ കാശുണ്ടെങ്കിലും, അല്ലേ, സാമ്പത്തികമായ ഭദ്രതയുണ്ടെങ്കിലും പട്ടിണി കിടക്കുന്ന പുതിയ തലമുറയെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ആ പട്ടിണി കിടക്കുന്ന ആ അവസ്ഥയ്ക്ക് നമ്മളൊരു വിശേഷണവും കൂടി കൊടുക്കും. എന്താ അവിടെ പറഞ്ഞല്ലോ, ഡയറ്റിംഗ്. എന്തിനു വേണ്ടിയാ? അത് ആവശ്യമാണ് കേട്ടോ. ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അതൊക്കെ ആവശ്യമാണ്. എന്തിനു വേണ്ടിയാ? നമ്മുടെ ശാരീരികമായ ഉന്മേഷം നിലനിർത്തുവാൻ, സൗന്ദര്യം, ആകാര വടിവ് നിലനിർത്തുവാൻ എന്തു വേണം? കായികമായ അധ്വാനം വേണം. അതേപോലെ തന്നെ നമുക്ക് വേണ്ടതാണ് ആത്മീയമായ അധ്വാനം. ആത്മീയ ജീവിതത്തിന്റെ സൗന്ദര്യം, ഉന്മേഷം, ആകാര വടിവ് നിലനിർത്തുവാൻ നിനക്ക് എന്തു വേണം? ആത്മീയമായ അധ്വാനം വേണം. ക്രിസ്തു അവലംബിക്കുന്ന ആത്മീയ അധ്വാനം എന്താണെന്ന് കേൾക്കണ്ടായോ? 27-ാം വാക്യം അതിൽ പറയുന്നുണ്ട്, മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്ന് എല്ലാ തിരുവെഴുത്തുകളിൽ നിന്നുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു നൽകി. എന്ത് പഠിപ്പിച്ചു എന്നാ പറയുന്നത്? വളരെ ലളിതമായിട്ട് ഇങ്ങനെ പറയാം. തിരുവചനം പഠിപ്പിച്ചു, വേദപുസ്തകം പഠിപ്പിച്ചു നൽകി എന്നതാണ്. ക്രിസ്തു അവലംബിക്കുന്നത് വേദപുസ്തക പഠനമാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് അതിനോട് ചേർത്ത് എന്താണ് ആത്മീയ അധ്വാനങ്ങൾ ചോദിച്ചാൽ വേദപഠനവും അതിനോടൊപ്പമുള്ള നോമ്പും ഉപവാസവും പ്രാർത്ഥനകളും ചേർന്ന് നിൽക്കുന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ ആത്മീയ അധ്വാനം. ഒരു ചോദ്യം ചോദിക്കുക, നിങ്ങൾ ആത്മീയമായി അധ്വാനിക്കുന്നവരാണോ? ആത്മീയമായ അധ്വാനം ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ് വളരെ ബന്ധപ്പെട്ട് ഒരു അവധി ദിവസമായിട്ടും ഈ സന്ധ്യയിൽ ലിജു അച്ഛൻ്റെ വാക്കുകളൊക്കെ കേട്ടുകൊണ്ട് വളരെ പ്രയാസപ്പെട്ട് ഇന്ന് ഈ രാത്രിയിലേക്ക് വരുന്നത്. നമ്മെ സംബന്ധിച്ച് ദേവാലയ കേന്ദ്രിതമായ അല്ലെങ്കിൽ ഞായറാഴ്ച കേന്ദ്രിതമായ ഒരു ആത്മീയത നമുക്ക് കൂടുതലുള്ളത്. അതുമാത്രം പോരാ, മരുഭൂമിയിലെ പിതാക്കന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇങ്ങനെ ഞായറാഴ്ച കേന്ദ്രിതമായ ആത്മീയതയെ കണ്ണിച്ചുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ഹാർഡ് ടു ഗെറ്റ് സ്പിരിച്വലി പെർഫെക്റ്റ് ഇഫ് യു ഓൺലി വർക്ക് ഔട്ട് ഓൺ സൺഡേസ്. ഞായറാഴ്ചകളിൽ മാത്രം നിങ്ങളിങ്ങനെ അധ്വാനിക്കുകയാണെങ്കിൽ ആത്മീയതയിൽ പൂർണ്ണത പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. അതുകൊണ്ട് എന്തു ചെയ്യണം? നിരന്തരമായി ദിവസവും നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകണം? ആത്മീയമായ അധ്വാനം ഉണ്ടാകണം. വേദപഠനവും പ്രാർത്ഥനകളും കുടുംബമായി ചേർന്നുള്ള പ്രാർത്ഥനകളും നോമ്പും ഉപവാസവും എല്ലാം കൂടി ചേരുന്നതായിരിക്കണം നമ്മുടെ ആത്മീയ അധ്വാനം. പൗരസ്ത്യ പാരമ്പര്യത്തിൽ ഒരു പദമുണ്ട്, ഹൗസ് ഹോൾഡ് അസറ്റിസം എന്നാണ് പറയുന്നത്. ഹൗസ് ഹോൾഡ് അസറ്റിസം എന്ന് പറഞ്ഞാൽ എന്താ? സന്യാസം എന്നതാണ് യഥാർത്ഥത്തിൽ. ഈ ഹൗസ് ഹോൾഡ് അസറ്റിസം, അതിനോട് മുമ്പ് ദേറെ എന്ന് പറയുന്ന പദത്തിന് എന്താ നിങ്ങളുടെ വിവക്ഷ? ദേറെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പം എന്താ? സന്യസ്തരായിരിക്കുന്ന വ്യക്തികൾ പ്രാർത്ഥനകളൊന്നും മുടക്കാതെ വസിക്കുന്ന ഒരു ഇടം, അല്ലേ? ദേറെ എന്ന വാക്കിന് അതിന് യഥാർത്ഥമായ അർത്ഥം വരുന്നത് ഭവനം എന്നതാണ്. ഈ ഹൗസ് ഹോൾഡ് അസറ്റിസം എന്ന ഈ പദം കൊണ്ട് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ ഭവനം ഒരു ദേറയാക്കണം. എങ്ങനെയാണ്? നമ്മുടെ സൗകര്യത്തിനും നമ്മുടെ ആവശ്യത്തിനും അനുസരിച്ച് പ്രാർത്ഥനയുള്ള സമയം മാറ്റിവെക്കുവാനുള്ളതല്ല, ക്രമീകൃതമായി ക്രമത്തോടുകൂടി പ്രാർത്ഥനകൾ നിർവഹിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിൽ നിന്ന് ഒരു ആത്മീയനെ, ഒരു തപസ്വിയെ രൂപപ്പെടുത്തിയെടുക്കുവാൻ തക്കവണ്ണം കഴിയുമെന്നുള്ളതാണ് പിതാക്കന്മാർ ഈ ഹൗസ് ഹോൾഡ് അസറ്റിസം എന്ന പദം കൊണ്ട് പറയുന്നത്. ഭവനം ഒരു ദേറയാകുമ്പോൾ, ക്രമീകൃതമാകുന്ന ആരാധനകൾ ഉണ്ടാകുമ്പോൾ, ചിട്ടയുള്ളപ്പോൾ ഭവനത്തിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളൊക്കെ തപസ്വി, ആത്മീയനായി വളർന്നു വരുവാൻ തക്കവണ്ണം ഇടയാകും. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണിത്. നമുക്കറിയാം, നമ്മുടെ ആവശ്യവും നമ്മുടെ താല്പര്യവും അനുസരിച്ച് ഭവനത്തിൽ പ്രാർത്ഥനകൾ ക്രമീകരിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ഒരു ക്രമമില്ലാത്ത, ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത രീതിയിൽ. ഏതിലാ ക്രമമില്ലാത്തത്? എല്ലാത്തിലും ക്രമമുണ്ട്. സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ സമൂഹത്തിനൊരു ക്രമമുണ്ട്, അല്ലേ? ഒരു ലോ ആൻഡ് ഓർഡർ ഉണ്ട്.
ആ ക്രമം തെറ്റുവാണെങ്കിൽ നാം അതിനെന്തോ വിളിക്കും? എന്തോ വിളിക്കും? അക്രമം എന്ന് വിളിക്കാം. പ്രകൃതിയിലേക്ക് നോക്കിക്കേ, എല്ലാത്തിനും ഒരു ക്രമമുണ്ട്. ചൂട് വരേണ്ടപ്പോൾ ചൂട്, മഴ വരേണ്ടപ്പോൾ മഴ, അല്ലെങ്കിൽ വെള്ളം വരേണ്ട രീതി, അല്ലെങ്കിൽ വെള്ളം പൊങ്ങേണ്ട രീതിയുണ്ട്, ഒരു ലെവലുണ്ട്. അതിനപ്പുറമായ പ്രളയം എന്നൊക്കെയാണ് പറയുന്നത്. ഈ ക്രമം തെറ്റുകയാണെങ്കിൽ നമ്മളെ കൊടുങ്കാറ്റെന്നും പ്രളയമെന്നും പല രീതിയിൽ നമ്മളതിനെ വിശേഷിപ്പിക്കും. സംഗീതം, മനോഹരമായ ഗാനം ഗായക സംഘം ആലപിച്ചു. സംഗീതത്തിന് എന്തുണ്ട്? താളമുണ്ട്. ഈ താളം തെറ്റുകയാണെങ്കിൽ നമ്മൾ അതിന് എന്തോ വിളിക്കും? എന്തോ വിളിക്കും? എന്തോ വിളിക്കും? അവതാളം എന്ന് വിളിക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിനുമുണ്ട് പ്രിയമുള്ളവരെ ഒരു ക്രമം. അതുകൊണ്ടാണ് പിതാക്കന്മാർ 7 യാമങ്ങളായി തിരിച്ച് നമസ്കരിക്കുവാനായിട്ടൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. 7 പോട്ടെ, 2 നേരം പോട്ടെ, 1 നേരമെങ്കിലും സന്ധ്യാനേരത്ത് നമ്മൾ സ്ഥിരം കയറിയിറങ്ങുന്ന നമ്മുടെ ലിവിംഗ് റൂമിൻ്റെ ഒരു ഭാഗത്ത് ഒരു പാവിരിച്ച് ഒരു കാർപ്പറ്റ് ഇട്ടുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ അതൊരു ദേറയായി രൂപാന്തരപ്പെടുകയാണ്. ഒന്നിച്ച് കുടുംബമായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ അതൊരു ദേറയായി രൂപാന്തരപ്പെടുകയാണ്. ഒരു ആത്മീയനെ വളർത്തിയെടുക്കുന്ന ഇടങ്ങളാണ് നമ്മുടെ ഭവനങ്ങൾ ആയി മാറണം. അതാണ് യേശു തമ്പുരാൻ 2 ശിഷ്യന്മാർക്ക് നൽകുന്ന ഒരു ആത്മീയ അധ്വാനത്തിന്റെ പാഠം ഇതാണ്. എന്താ ആത്മീയ അധ്വാനം? എന്താണ്? തിരുവചനം പഠനം നൽകിയപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. പ്രാർത്ഥനകൾ കൊണ്ട് നമ്മുടെ ഭവനം നിറയുമ്പോൾ അതൊരു ആത്മീയ അധ്വാനത്തിന്റെ പാഠശാലയായി മാറ്റപ്പെടും. ഈ ആത്മീയ അധ്വാനമില്ലാതെ ഒരു വ്യക്തിക്കും വിശുദ്ധനാകാനോ ആത്മീയനാകുവാനോ കഴിയുകയില്ല. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ പിശാച് പാമ്പിന്റെ രൂപത്തിൽ വന്ന് ഹൗവയെ പരീക്ഷിക്കുന്നത് എങ്ങനെയാ? എന്തുവാ വന്ന് പറയുന്നത്? 3-ാം അധ്യായം 2-ാം വാക്യം മുതൽ കാണുന്നുണ്ട്. എന്താ പറയുന്നത്? ഈ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നുകയാണെങ്കിൽ ആരെ പോലെയാകും? ദൈവത്തെ പോലെയാകും. അപ്പോൾ ദൈവത്തെ പോലെയാകുവാൻ എത്ര നിസ്സാര സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്കാണ്, ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ് പിശാച് വന്ന് പറഞ്ഞു കൊടുക്കുന്നത്. എന്ത് ചെയ്താൽ മതി? ആ വൃക്ഷത്തിൻ്റെ ഫലം ഇങ്ങനെ പറിക്കണം, കടിച്ചു പറിച്ച് തിന്നണം. ആത്മീയ അധ്വാനമില്ലാതെ ദൈവികനാണ് ആകുവാൻ തക്കവണ്ണം കഴിയുമെന്ന് ചിന്തിക്കുന്നത് പോലും വലിയ മൂഢതയാണ്. ഹൗവ അത് പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു. എന്താ സംഭവിക്കുന്നത്? പറുദീസയുടെ അനുഭവത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ആത്മീയ അധ്വാനം ജീവിതത്തിൽ ഇല്ലാത്ത വ്യക്തികൾ നിരന്തരമായും പിശാചിന്റെ കളിപ്പാട്ടങ്ങളായി മാറ്റപ്പെടും. ഞാൻ 2 ശിഷ്യന്മാരെ പരിചയപ്പെടുത്തട്ടെ. ഒരാളുടെ പേര് പത്രോസ് എന്ന. പത്രോസിന് നമുക്ക് പരിചയമുണ്ട്. ക്രിസ്തുവിനോട് പരസ്യശുശ്രൂഷ വേളകളിൽ തുടരെ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്ന ഒരു ശിഷ്യനാണ്. യേശു തമ്പുരാൻ ഒരിക്കൽ കടലിന് മീതെ നടന്നപ്പോൾ തനിക്കും നടക്കണമെന്നൊരു കൊച്ചുകുട്ടി വാശി പിടിക്കുന്നത് പോലെ വാശി പിടിച്ച് ഒരു ആത്മീയ അധ്വാനം, ഒരു പരിശീലനം നേടിയെടുക്കുവാൻ തക്കവണ്ണം ആര് ശ്രദ്ധിച്ചിരുന്നു? പത്രോസ് ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം ജീവിതത്തിന്റെ അവസ്ഥയിൽ തന്നെ തള്ളി പറഞ്ഞപ്പോഴും അനുദപിച്ച് വീണ്ടും സ്ലീഹായായി അനേകരെ ക്രിസ്തുവിനോട് ചേർക്കുവാൻ തക്കവണ്ണം ആർക്ക് കഴിയുന്നത്? പത്രോസിന് കഴിയുന്നത്. 2-ാമത്തെ ശിഷ്യൻ യൂദാസ് കൊരിയോത്തെയാണ്. നമുക്കറിയാം, പണസഞ്ചി സൂക്ഷിച്ച് ആ പണസഞ്ചി കൊണ്ട് അക്കൽദാമ വാങ്ങുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് കാരണമായി തീർന്നു. ജീവിതത്തിൽ ആത്മീയ അധ്വാനമില്ല എങ്കിൽ നാം നിരന്തരമായി പിശാചിന്റെ കളിപ്പാട്ടങ്ങളാക്കപ്പെടും. ഈ ആത്മീയ അധ്വാനമുള്ളവർക്ക് മാത്രമേ അദൃശ്യനായിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. കൂടെ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുവാൻ കഴിയുന്നത് ഈ ആത്മീയ അധ്വാനത്തിലാണ്. പഴയ കാലത്തിലെ അമ്മമാരെയൊക്കെ ഓർമ്മ കാണത്തില്ലേ? അമ്മച്ചിമാർ, സട്ടയും മുണ്ടും ഒക്കെ കൊടുത്ത അമ്മച്ചിമാർ, അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രസന്നതയുണ്ടല്ലോ, അത് ഈ കാലഘട്ടത്തിൽ നമുക്കൊന്നും ലഭിക്കുന്നില്ല. അവർ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ ഉണ്ട് ഈ ഒരു ആത്മീയത. ഒരു കഞ്ഞിക്കലം എടുത്ത് അടുപ്പയിലോട്ട് വെക്കുമ്പോഴും വാങ്ങുമ്പോഴും ഒക്കെ അതിൽ കുരിശ് വരയ്ക്കുന്ന അമ്മമാർ പഴയ കാലത്തുണ്ടായിരുന്നു. ഇന്ന് കഞ്ഞിക്കലവും ഇല്ല അല്ലേ? ഇപ്പം എങ്ങനെ അത് അല്ലേ? റൈസ് കുക്കറിനകത്ത് വെച്ച് ആ രീതിയായിരിക്കും. എങ്ങനെങ്കിലും ആയിക്കോട്ടെ, അത് പോട്ടെ, കാലത്തിനനുസരിച്ച് പോകണമല്ലോ. ഞാൻ പറഞ്ഞത് പ്രവൃത്തിയിലും ആത്മീയത ഉണ്ടാകണം എന്നുള്ളതാണ്. ഞാൻ ഓർത്തു പോകുന്നത് എൻ്റെ വല്യമ്മച്ചിയാണ്. എൻ്റെ ഉപ്പാപ്പന് ഏകദേശം 2 വയസ്സുള്ളപ്പോൾ അപ്പച്ചൻ മരണപ്പെട്ടുപോയി. 4 ആൺമക്കളാണ്. ജീവിതത്തിൻ്റെ പഴയ കാലത്തിൻ്റെ പ്രതിസന്ധികളിലൊക്കെ വളരെ കഷ്ടപ്പെട്ട് പ്രാർത്ഥനയോടുകൂടിയാണ് ഈ 4 മക്കളെ വളർത്തിയെടുത്തത്. ഞങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതിൻ്റെ സാഹചര്യത്തിൽ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. വീടിൻ്റെ മുറ്റത്തിരുന്നു കൊണ്ട് സന്ധ്യാസമയത്ത് എന്നെയൊക്കെ മടിയിലെടുത്ത് വെച്ചുകൊണ്ട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കും. അമ്മ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയിൽ കാതിൽ ഇന്നും മുഴങ്ങുന്നത് ഇങ്ങനെയാണ്: ഞാനൊരു വിധവയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ച് ആ കണ്ണുനീരുകൾ എൻ്റെ ശരീരത്തേക്ക് വീഴുമ്പോൾ ഉണ്ടാകുന്ന ആ ചൂട് ഇന്നും എൻ്റെ ഉള്ളിലുണ്ട്. ജീവിതത്തിൽ
ഓരോ സന്ദർഭങ്ങളിലും, പ്രധാന സന്ദർഭങ്ങളിലും ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഈ അമ്മച്ചിയെ വിളിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച ശേഷം നെറ്റിയിൽ റൂഷ്മ വരയ്ക്കും, ഇങ്ങനെ കുരിശ് വരയ്ക്കും. പൗരോഹിത്യ സ്ഥാനവും നേടിയിട്ടില്ല. എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏതൊരു പുരോഹിതന് നൽകുവാൻ തക്കവണ്ണം കഴിയുന്ന ആ ഒരു ചൈതന്യം അമ്മയിൽ നിന്ന് നമുക്ക് പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയും. ഏതിൽ നിന്ന് അഭ്യസിച്ചെടുത്തതാണ്? ജീവിതത്തിൽ അവലംബിച്ച് ഈ ആത്മീയ അധ്വാനത്തിൽ നിന്ന് അഭ്യസിച്ചെടുക്കുന്നതാണ്. ജീവിതത്തിൻ്റെ എല്ലാ നൊമ്പരങ്ങളിലും ദൈവം കൂടെയുണ്ടെന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം ആ പഴയ കാലത്തിൻ്റെ തലമുറകൾക്ക് സാധിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അവർ സ്വീകരിച്ച ഈ ആത്മീയ അധ്വാനം കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. യേശു തമ്പുരാൻ അവരുടെ ആത്മീയ അന്ധത തുടച്ചു നീക്കുവാൻ തക്കവണ്ണം ഒന്നാമതായി അവലംബിച്ചത് എന്താണ്? ഒന്നാമതായി ആത്മീയ അധ്വാനത്തിൻ്റെ പാഠം അവർക്ക് പകർന്നു നൽകി. രണ്ടാമതായി യേശു തമ്പുരാൻ ഈ ആത്മീയ അന്ധത തുടച്ചു നീക്കുവാൻ തക്കവണ്ണം സ്വീകരിച്ച പടി എന്ന് പറയുന്നത് കഷ്ടതകളെപ്പറ്റി പ്രബോധനം നൽകി എന്നതാണ്. കഷ്ടതകളെപ്പറ്റി പ്രബോധനം നൽകി. 26-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ച് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലോ എന്നുള്ള ഒരു പ്രബോധനം ആ ശിഷ്യ സമൂഹത്തിന് നൽകുന്നുണ്ട്. താൻ അനുഭവിക്കുവാനിരിക്കുന്ന കഷ്ടതകളെ പറ്റിയുള്ള ഒരു പ്രബോധനം ആ ശിഷ്യ സമൂഹത്തിന് നൽകുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് ആരാ സങ്കടങ്ങളെ ചൊല്ലിക്കൊടുക്കുന്നത്? കഷ്ടതകളെപ്പറ്റി ചൊല്ലിക്കൊടുക്കുന്ന ആരാ? ഈ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവരായിരിക്കുന്ന സാമ്പത്തിക ഭദ്രതയും ജീവിത സാഹചര്യങ്ങളൊക്കെ അവരുടെ കാഴ്ചപ്പാടിൽ ഞൊടിക്കടെ വളർന്നു വന്നതൊന്നുമല്ലല്ലോ. ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക ഭദ്രതയുടെയും നന്മകളുടെ പിന്നിൽ ചോര പൊടിയുന്ന അനുഭവങ്ങളുണ്ട്, അല്ലേ? ഏതൊരു പെരുന്നാളായാലും, ഏതൊരു ദേവാലയമായാലും, ഏതൊരു നന്മയായാലും അതിൻ്റെ പിന്നിൽ വേദനിപ്പിക്കുന്ന നൊമ്പരങ്ങളുടെ കഥകൾ പറഞ്ഞു വെക്കുവാൻ തക്കവണ്ണമുണ്ട്. ഈ കഥകൾ, നൊമ്പരങ്ങളുടെ കഥകൾ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടണം. കഷ്ടതകളെപ്പറ്റി പ്രബോധനം നൽകുമ്പോൾ വിശ്വാസത്തിൽ തീഷ്ണതയുള്ളതായി തീരുവാൻ തക്കവണ്ണം നമുക്ക് കഴിയും. കുറവുകളൊന്നും അറിയിക്കാതെ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്നത്, അല്ലേ? ഒരു കുറവും അറിയിക്കുന്നില്ല. കുറവൊന്നും അറിയിക്കാതെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന കുഞ്ഞ് വളർന്ന് കുറവ് അറിയിക്കാതെ വളർന്ന് നിങ്ങളുടെയൊക്കെ പ്രായമാകുമ്പോൾ ആ കുഞ്ഞുങ്ങൾ തിരിച്ച് നിങ്ങളോട് പറയും, അപ്പനും അമ്മയുമൊക്കെ എനിക്കൊരു കുറവാണെന്ന്. പല അമ്മമാരും വേദനയോടുകൂടി പറയുന്നുണ്ടല്ലോ, കൈവെള്ളയിൽ കൊണ്ടു നടന്ന കുഞ്ഞാണ് കൈവിരലിൻ്റെ ഇടയിൽ കൂടി തൂകിപ്പോകുന്നത് അറിഞ്ഞില്ല എന്ന്. ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ പറ്റിയുള്ള പാഠം തലമുറകളിലേക്ക് പകർന്നു നൽകുവാൻ തക്കോണം ഇടയാകണം. പെരുന്നാളുകളായിക്കൊള്ളട്ടെ, ആഘോഷങ്ങളായിക്കൊള്ളട്ടെ, ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠകളായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ഈ എല്ലാ ആഘോഷങ്ങളുടെ പിന്നിലും ചോര പൊടിയുന്ന അനുഭവങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ ഇവർ ഉപയോഗിക്കുന്ന, നേഴ്സറിയിലൊക്കെ ഉപയോഗിക്കുന്ന റൈമുകളുണ്ടല്ലോ. ഒരു ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയുകയാണ്, ഈ റൈമുകൾക്കുമുണ്ട് പിന്നിൽ ചോര പൊടിയുന്ന അനുഭവങ്ങൾ. മധ്യകാല യൂറോപ്പിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ശിക്ഷാരീതിയുണ്ട്. അവിടെ ഈ സമൂഹത്തിന് വിരുദ്ധമായി വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീ പുരുഷന്മാരെ ഈ നാട്ടുകൂട്ടം കൂട്ടി ശിക്ഷ വിധിക്കുന്നത് ഇങ്ങനെയാണ്. സ്ത്രീയും പുരുഷനെയും കോമാളി വസ്ത്രം ധരിപ്പിക്കും. അവരുടെ തലയിൽ കോമാളി കിരീടം അണിയിച്ച് ചായം പൂശി കയ്യിൽ ഭാരമേറിയ ഒരു തടി വെച്ച് ഇരു സൈഡിലും ഇരുവശങ്ങളിലും ബക്കറ്റിൽ വെള്ളം വെച്ചുകൊണ്ട് വലിയ കുന്നിലേക്ക് നടന്നു പോകാൻ തക്കോണം പറയും. ഈ വ്യക്തികൾ, ഈ സ്ത്രീയും പുരുഷനും ഈ കോമാളി വേഷം അണിഞ്ഞ് ഈ ഭാരമുള്ള തടിയും രണ്ട് വലിയ ബക്കറ്റും വെച്ചുകൊണ്ട് കുന്നിൻ മുകളിലേക്ക് പോയി ആ കുന്നിൻ മുകളിലുള്ള കിണറ്റിൽ ആ വെള്ളം ഒഴിച്ച് വീണ്ടും വെള്ളം കോരി തിരിച്ച് താഴോട്ട് വരണം. ഈ പോക്കിൽ പല പ്രാവശ്യവും ഇവർ വീഴുന്നത് കണ്ട് സമൂഹം കൈകൊട്ടിച്ചിരിക്കും. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ശിക്ഷാരീതി ഇന്ന് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒരു റൈമ ഏതാണെന്നറിയാമോ? ജാക്ക് ആൻഡ് ജിൽ വെന്റ് അപ്പ് ആൻ ഹിൽ ടു ഫെച്ച് എ പെയിൽ ഓഫ് വാട്ടർ. ബാക്കി എന്താ? ജാക്ക് ഫെൽ ഡൗൺ, ബ്രോക്ക് ഹിസ് ക്രൗൺ, ജിൽ കെയിം ഡൗൺ ട്രെംബ്ലിംഗ്. എന്താ അതിൻ്റെ അർത്ഥം? എന്താ? പണ്ട് മധ്യകാല യൂറോപ്പിൽ ഉണ്ടായിരുന്ന ശിക്ഷാരീതി, ക്രൂരവും മനുഷ്യത്വരഹിതവുമായ ഒരു ശിക്ഷാരീതി ഇന്ന് കൈകൊട്ടിച്ചിരിക്കുവാനുള്ള അവസരങ്ങളാകുക. ഞാനിത് ഓർമ്മപ്പെടുത്തിയത്, നാം അനുഭവിക്കുന്ന എല്ലാ നന്മകളും ആഘോഷങ്ങളുടെ പിന്നിൽ എന്തുണ്ട്? സങ്കടങ്ങളുണ്ട്. ഈ സങ്കടങ്ങളുടെ പാഠം കൂടി ചൊല്ലിക്കൊടുക്കുവാൻ തക്കോണം അറിയണം, ശ്രമിക്കണം. മുറിവുകളുടെ നടുവിൽ മാത്രമേ നമുക്ക് ഉദ്ധിതനായിരിക്കുന്ന ക്രിസ്തുവിനെ കാണുവാൻ തക്കോണം കഴിയുകയുള്ളൂ. ജീവിതത്തിൻ്റെ മുറിവുകളിലും വേദനകളിലും മാത്രമേ ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയുകയുള്ളൂ. അതുകൊണ്ടാണല്ലോ ഉദ്ധിതനായിരിക്കുന്ന ക്രിസ്തു ശിഷ്യ സമൂഹത്തിന് നിങ്ങൾക്ക് സമാധാനം എന്ന് ആശംസിച്ചിട്ട് അവരോട് പറയുന്ന വാക്കുകൾ ഇതാണ്: എൻ്റെ കയ്യിലെയും കാലിലെയും ആണിപ്പഴുതുകൾ കണ്ട് ഇത് ഞാൻ തന്നെ അല്ലയോ എന്ന് തിരിച്ചറിവീനെന്ന്.
ജീവിതത്തിൻ്റെ വേദനകൾ കണ്ണുനീരിൻ്റെ അനുഭവത്തിലാണ് ആരെ കാണുന്നത്? ക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നത്. അതുകൊണ്ട് നമുക്കിങ്ങനെ പറയാം, ഈച്ച് ഡിസപ്പോയിൻമെൻറ്റ് മേക്ക് ഈസ് ആൻ അപ്പോയിൻമെൻറ്റ്. ജീവിതത്തിൻ്റെ ഓരോ നൈരാശ്യങ്ങളും അവനുമായുള്ള കൂടിക്കാഴ്ചയുടെ അവസരങ്ങളാണ്. പ്രബോധനങ്ങൾ നൽകി ജീവിതത്തിൻ്റെ ആത്മീയ അന്ധതയെ നമുക്ക് തുടച്ചു നീക്കാം. ഞാൻ ആ ഒന്നാം ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. എമാവൂസിലേക്ക് പോയ ആ 2 ശിഷ്യന്മാർ വീണ്ടും തിരിച്ചു വിശുദ്ധിയുടെ നഗരമാകുന്ന യെരൂശലേമിലേക്ക് മടങ്ങി വരുവാനുള്ള ഒന്നാമത്തെ കാരണം എന്താണ്? അവരുടെ ആത്മീയ അന്ധത തുടച്ചു നീക്കി. ആത്മീയ അന്ധത തുടച്ചു നീക്കുവാൻ തക്കണം ക്രിസ്തു അവലംബിച്ച പാഠങ്ങളിൽ ഒന്ന്, ആത്മീയ അധ്വാനത്തിൻ്റെ പാഠം അവർക്ക് പകർന്നു നൽകി. രണ്ടാമതായി കഷ്ടതകളെപ്പറ്റി പ്രബോധനം നൽകി. രണ്ടാമത്തെ കാരണം, എമാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാർ മടങ്ങി വിശുദ്ധ പട്ടണമായ യെരൂശലേമിലേക്ക് വന്നു. അതിനുള്ള കാരണങ്ങളിൽ 2, ഏവരെയും കൈക്കൊള്ളുവാൻ ഉൾക്കൊള്ളുവാനുള്ള ഹൃദയ വിശാലതയാണ്. ഏവരെയും കൈക്കൊള്ളുവാൻ ഉൾക്കൊള്ളുവാനുള്ളവരുടെ ഹൃദയ വിശാലതയാണ്. The frankness to embrace everyone. എല്ലാവരെയും കൈക്കൊള്ളുവാനുള്ള ഹൃദയവിശാലത. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വേദഭാഗം പരിശോധിക്കുമ്പോൾ നാം വായിക്കുന്നുണ്ട്, 28, 29 വാക്യങ്ങൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുവാൻ ഭാവം കാണിച്ചു. അവരോ, ഞങ്ങളോടുകൂടി പാർക്കുക, നേരം വൈകി അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടി പാർക്കുവാനായി ചെന്നു. ഏതാണ് സാഹചര്യം? അപരിചിതനായ മനുഷ്യൻ അവരടുക്കുന്ന ഗ്രാമത്തോട് ചെന്ന് ചേർന്നപ്പോൾ മുന്നോട്ട് പോകുവാൻ ഭാവം കാണിച്ചപ്പോൾ ഈ 2 ശിഷ്യന്മാർ എന്തു ചെയ്തു? തങ്ങളോടുകൂടി വസിക്കുവാനായിട്ട് ആരെ ക്ഷണിച്ചു? ഈ അപരിചിതനായ മനുഷ്യനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതും ഒരു യഹൂദ പാരമ്പര്യമാണ്. അപരിചിതരായിരിക്കുന്ന വഴിയാത്രക്കാർക്ക് ഭക്ഷണവും വെള്ളവും താമസ സൗകര്യമൊക്കെ നൽകുന്നത് ഒരു യഹൂദ പാരമ്പര്യമാണ്. പഴയ നിയമത്തിലെ ഒരു പിതാവിനെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ആ പിതാവിൻ്റെ ഒരു കൂടാരത്തിലേക്ക് 3 പുരുഷന്മാർ കടന്നു വന്നു. അദ്ദേഹം അവരെ ആതിഥ്യ മര്യാദയോടുകൂടി സ്വീകരിച്ചു. വേണ്ടതായ അപ്പകഷ്ണങ്ങളൊക്കെ നൽകി, വെള്ളം നൽകി, വൃക്ഷ ചുവട്ടിൽ വിശ്രമിക്കുവാനുള്ള അവസരം നൽകി. കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം യാത്ര പുറപ്പെടാൻ നേരം ആ 3 പുരുഷന്മാർ ആ മനുഷ്യനെ അനുഗ്രഹിച്ചു. അദ്ദേഹത്തെ മാത്രമല്ല അനുഗ്രഹിച്ചത്, അദ്ദേഹത്തിൻ്റെ പുത്രസമ്പത്തിനെയും മൃഗസമ്പത്തിനെയും സകലതിനെയും അനുഗ്രഹിച്ചു. ഏതാ പിതാവ്? പഴയ നിയമത്തിൽ അബ്രഹാം പിതാവ്. ഉൽപ്പത്തി പുസ്തകം 26 അധ്യായം മുതൽ നമ്മൾ അങ്ങോട്ട് കാണുന്നുണ്ട്. ഈ യഹൂദ പാരമ്പര്യങ്ങളെ പറ്റി കൂടുതലായിട്ട് കാണുന്നുണ്ട്. ആതിഥേയത്വ മര്യാദ നൽകുന്നവ, സഹയാത്രികർക്കായിട്ടും യാത്രികർക്കായും ഭക്ഷണവും താമസ സൗകര്യവും ഒരുക്കുന്ന മര്യാദയെപ്പറ്റി. ഈ മര്യാദയുടെ പിൻബലത്തിലാകാം ഒരുപക്ഷെ ആ 2 ശിഷ്യന്മാർ ആരെ ക്ഷണിക്കുന്നത്? അപരിചിതനായ മനുഷ്യനെ ക്ഷണിക്കുന്നത്. എന്നാൽ അവരൊരുക്കുന്ന ആ ചെറിയ വിരുന്നിൻ്റെ നടുവിൽ അവരാരെ തിരിച്ചറിയുന്നു? ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുന്നു. ക്ഷണിച്ചു, അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നു, നിർബന്ധിച്ചു എന്ന അല്ലേ, നിർബന്ധിച്ചു, കൂടെ വസിക്കുവാനായി ക്ഷണിച്ചു. ആ ഭക്ഷണത്തിൻ്റെ വേളയിൽ ആ ചെറിയ വിരുന്നിൽ അപ്പം എടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു എന്ന് വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തുവാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. പ്രിയമുള്ളവരെ, ഇതെന്തു മാജിക്കാ! ഇത്ര നേരം അപരിചിതനായി ഒരു മനുഷ്യൻ നടന്നപ്പോൾ അവരോടുകൂടി വസിക്കുവാനും ഭക്ഷണത്തിനുമായിട്ട് ക്ഷണിച്ച സാഹചര്യത്തിൽ അത് ക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ്? ഇത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഞാനൊരു ഉപമാനം പറയാം. ഒരു കത്തി നിൽക്കുന്ന ചെറിയ ഒരു മെഴുകുതിരി. ഈ മെഴുകുതിരിയെ പ്ലാവില, കുഞ്ഞുങ്ങൾക്കറിയാവോ പ്ലാവില? പോകട്ടെ, എന്തെങ്കിലും ഇല ആയിക്കൊള്ളട്ടെ, ഒരു ഉദാഹരണമാണേ. പ്ലാവില കൊണ്ട് അടിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ചെറിയൊരു മെഴുകുതിരിയെ പ്ലാവില കൊണ്ട് അടിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? കെട്ടുപോകും. ഇതേ ഈ പ്ലാവില നമ്മുടെ ഭവനത്തിൽ അടുപ്പില്ല, ഇപ്പം എന്തോ ഗ്യാസ് സ്റ്റൗ അല്ലെങ്കിൽ ഇൻഡക്ഷൻ, എന്താ ഇൻഡക്ഷൻ അല്ല, നിങ്ങൾ മനസ്സിൽ കാണേണ്ടത് നമ്മുടെ പഴയ ഭവനങ്ങളിലുള്ള വിറകടപ്പ് ചിന്തിച്ചാൽ മതി. ഈ അടുപ്പിലേക്ക് ഇടുകയാണെങ്കിൽ എന്ത് പറ്റും? ഈ പ്ലാവില അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ആ അടുപ്പിലേക്ക് അതിനേക്കാൾ ഭാരമുള്ള, അതിനേക്കാൾ വലിപ്പമുള്ള ഒരു തടിക്കഷ്ണം വെക്കുകയാണെങ്കിലോ അടുപ്പ് കെട്ടുപോകുവാനുള്ള സാധ്യതയുണ്ട്. ഇതേ തടിക്കഷ്ണം ഒരു ചൂളയിൽ കൊണ്ടിടുകയാണെങ്കിലോ ആ വിറക്, ഈ തടികഷ്ണം അത് കരിഞ്ഞ് ഇല്ലാതായി മാറും. ഈ ചൂളയ്ക്കുള്ളിലേക്ക് ഒരു ഇരുമ്പ് വെക്കുകയാണെങ്കിലോ ആ ചൂളയുടെ തീ ആ ഇരുമ്പ് ഏറ്റെടുക്കും. ആ ചൂളയേക്കാൾ കാഠിന്യമേറിയ മറ്റൊരു ചൂളയിലേക്ക് ഇരുമ്പിടുകയാണെങ്കിലോ ഇരുമ്പ് ഉരുകി വെള്ളം പോലെയാകും. നമ്മളിന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ചിലതൊക്കെ തടസ്സമായിരുന്നു.
മെഴുകുതിരിക്ക് പ്ലാവില തടസ്സമായതുപോലെ, അടുപ്പിന് ആ വിറക് തടസ്സമായിരുന്നത് പോലെ, ആ ഇരുമ്പിന് ആ ചൂള തടസ്സമായിരുന്നത് പോലെ ചിലതൊക്കെ തടസ്സമാണ്. ഈ തടസ്സത്തെ നീക്കുവാൻ തക്കവണ്ണം എന്താ അവിടെ ചെയ്തത്? എന്താ ചെയ്തത്? തീയുടെ ശക്തി ഓരോ ഘട്ടങ്ങളിലും വർദ്ധിപ്പിച്ചു. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിലും കാണുന്നത്. ഓരോ ഘട്ടങ്ങളിലും തീയുടെ ശക്തി വർദ്ധിപ്പിച്ചു. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക്, നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് നമ്മുടെ സ്വന്തം സഹോദരനെ, അപ്പനെ, അമ്മയെ, അയൽവക്കത്തുള്ളവരെ, അപരിചിതരായ മനുഷ്യരെയൊക്കെ സ്വീകരിക്കുവാൻ തക്കവണ്ണം കഴിയാതെ ചില തടസ്സങ്ങൾ ഉള്ളിലുണ്ട്. വിദ്വേഷം, വെറുപ്പ്, കോപം, പ്രതികാരം ഇവയാകുന്ന തടസ്സങ്ങളെങ്കിലും ഹൃദയത്തിൽ നിൽക്കുമ്പോൾ അപരിചിതനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയാതെ പോകുന്നുണ്ട്. ഈ തടസ്സങ്ങൾ ഇല്ലാതാക്കണമെങ്കിൽ എന്തു ചെയ്യണമെന്നറിയാമോ? സ്നേഹമാകുന്ന അഗ്നി കൊണ്ട് ഈ തടസ്സങ്ങളെ എരിയിച്ചു കളയണം. സ്നേഹമാകുന്ന അഗ്നി കൊണ്ട് ഈ തടസ്സങ്ങളെ എരിയിച്ചു കളയണം. ഓരോ ഘട്ടമായുള്ള ശിഷ്യന്മാരുടെ ഉയർച്ച അത് ആ സ്നേഹമാകുന്ന അഗ്നി കൊണ്ട് അവർ തുറന്നു നൽകിയപ്പോൾ, ഹൃദയം തുറന്ന് അപരിചിതനെയും കൂടി ക്ഷണിച്ചപ്പോൾ അവർ ഒരുക്കിയ ചെറിയ വിരുന്ന് വലിയ വിരുന്നായി മാറ്റപ്പെടുകയാണ്. സുവിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ യേശുദമ്പരൻ പങ്കെടുക്കുന്ന അനേകം വിരുന്നുകളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ 2 പ്രധാനപ്പെട്ട വിരുന്നുകളാണ്. അതിൽ ഒന്നാമത്തത് ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഒരു പരീശനായ ശീമോൻ നൽകുന്ന ഒരു വിരുന്നിനെ പറ്റി പറയുന്നുണ്ട്. അവിടെ അതിഥിയായിട്ടാണ് ആര് കടന്നു വരുന്നത്? ക്രിസ്തു കടന്നു വരുന്നത്. അതിഥിയായിട്ട് കടന്നു വന്നുവെങ്കിലും ആതിഥേയത്വം നൽകുന്നത് ആരാണ്? ഒരു പാപിനിയായ സ്ത്രീയാണ്. രണ്ടാമത്തെ ഒരു സന്ദർഭം സക്കായിയുടെ ഭവനമാണ്. കാട്ടത്തിൽ കയറിയിൽ ക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം മാത്രമേ ആരാഗ്രഹിച്ചുള്ളൂ? സക്കായി ആഗ്രഹിച്ചുള്ളൂ. എന്നാൽ അവൻ്റെ ഹൃദയം കണ്ടിട്ട് അവൻ്റെ ഭവനത്തിൽ ചെന്ന് അവനുള്ളതിനെ മുഴുവനും അനുഗ്രഹിക്കുന്ന ഭവനത്തിൻ്റെ രക്ഷ അരുളുന്നതായിട്ടും നാം കാണുന്നുണ്ട്. ഈ 2 സംഭവങ്ങളും ചേർത്തിണക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ആത്മീയ വെളിച്ചമുണ്ട്. എന്താണെന്നറിയാമോ? യേശു തമ്പുരാൻ വിരുന്നൊരുക്കുന്നവൻ്റെ വിരുന്നിലേക്കല്ല, മറിച്ച് വിരുന്നൊരുക്കുന്നവൻ്റെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്. വിരുന്നൊരുക്കുന്നവൻ്റെ വിരുന്നിലേക്കല്ല ക്രിസ്തു നോക്കുന്നത്, മറിച്ച് വിരുന്നൊരുക്കുന്നവൻ്റെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്. ഹൃദയം എത്രമാത്രം തുറന്ന് നീ അവരനെ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നു, അവിടെയാണ് നിനക്ക് ആരെ കാണുവാൻ കഴിയുന്നത്? ക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ പ്രധാന ഭാഗം അനാഫോറ തുടങ്ങുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? പരസ്പരം കയ്യസൂരി കൊടുക്കും. എന്താ ഇതിൻ്റെ അർത്ഥം? എൻ്റെ 2 കരങ്ങൾ തുറന്ന് അരികിൽ നിൽക്കുന്നവൻ്റെ കരങ്ങൾ എന്നിലേക്ക് സ്വീകരിക്കുമ്പോൾ എൻ്റെ ഹൃദയം തുറന്ന് ഞാൻ അരികിൽ നിൽക്കുന്നവനെയും കൂടി കൈക്കൊള്ളുന്നു എന്ന് പറയാതെ ചെയ്യുന്ന പ്രക്രിയ കയ്യസൂരി എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഹൃദയത്തിൽ അവനെയും കൂടി സ്വീകരിക്കുമ്പോഴാണ് ഒരുക്കപ്പെട്ടിരിക്കുന്ന ആ ഗോതമ്പപ്പം ക്രിസ്തുവിൻ്റെ ശരീരമാകുകയും ഒഴിക്കപ്പെട്ടിരിക്കുന്ന ആ വീഞ്ഞ് ക്രിസ്തുവിൻ്റെ തിരുരക്തമായി നമുക്ക് അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. അല്ലാതെ അനുഭവിക്കുന്നവർക്ക് മുഴുവനും അത് വെറും ഗോതമ്പപ്പവും വീഞ്ഞും മാത്രമായി മാറും. അങ്ങനെയുള്ളവരാണല്ലോ അപ്പം വെന്തിട്ടുണ്ടോ, അതിൽ ഉപ്പുണ്ടോ, പുളിപ്പ് ചേർന്നിട്ടുണ്ടോ എന്നുള്ള അന്വേഷണങ്ങൾ നടത്തുന്നത്. ഹൃദയം തുറന്നുള്ള അനുഭവങ്ങൾ, സ്വീകരണങ്ങളാണ്. ഹൃദയ വിശാലതയുടെ നടുവിലാണ് നമുക്ക് ആരെ കാണുവാൻ കഴിയുന്നത്? ക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അവിടെയാണ് നാം ഒരുക്കുന്ന ചെറിയ വിരുന്നുകൾ പോലും വലിയ വിരുന്നായി മാറ്റപ്പെടുന്നത്. സ്നേഹം കൊണ്ട് വിശാലമാക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഈ ഹൃദയങ്ങൾ. ഈ നൂറ്റാണ്ടുകളിൽ സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ നമുക്ക് പറയാം സ്നേഹമുണ്ട് എന്ന്. എങ്കിലും നാം എല്ലാവരും നമ്മെ തന്നെ സ്നേഹിക്കുന്നവരാണ് പൊതുവിൽ, അല്ലേ? സെൽഫ് ലവ്. ഈ സെൽഫ് ലവ് എന്ന് പറയുന്ന അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല. ഞാൻ എന്നെ സ്നേഹിക്കുന്നത് മോശപ്പെട്ട കാര്യമാണോ? അല്ല, അത് മനുഷ്യ സഹജമാണ്. ഉദാഹരണത്തിന് ഈ ശുശ്രൂഷയെല്ലാം കൂടെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഈ കസേരയൊക്കെ അറേഞ്ച് ചെയ്തൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിക്കുക. ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നിങ്ങളുടെ ഫോണിലേക്ക് ആ ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം സൂം ചെയ്ത് നോക്കുന്ന ആരെയാ? ലിജുവച്ചനെയാണോ? ആണോ? ആരെയാ നോക്കുന്നത്? എന്നെ ആയിരിക്കും അല്ലേ? എവിടെ മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുകയാണെങ്കിലും സൂം ചെയ്ത് നോക്കും. അവിടെ ഉണ്ടോ, വെളുപ്പുണ്ടോ, വെട്ടം അടിച്ചിട്ടുണ്ടോ? ഇതായിരിക്കും നമ്മുടെ അന്വേഷണം. അത് മനുഷ്യ സഹജമാണ്. എന്നെ തന്നെ കരുതുകയും എന്നെ തന്നെ സ്നേഹിക്കുകയും. ഒരു സെൽഫി എടുക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരു സെൽഫി എടുക്കുകയെന്ന് വിചാരിക്കുക. നിങ്ങളുടെ മുഖമായിരിക്കും ആ സ്ക്രീനിൽ കൂടുതൽ ഉൾപ്പെടുത്തുവാൻ തക്കോണം ശ്രദ്ധിക്കുന്നു. ഇത് മനുഷ്യ സഹജമാണ്. എന്നാൽ ഈ സ്നേഹം
ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് അത് അതിൻ്റെ പരിധി വിട്ടു പോകുമ്പോഴാണ് നാം അതിനെ എന്ത് വിളിക്കുന്നത്? സ്വാർത്ഥത എന്ന് വിളിക്കുന്നത്. ഹൃദയവിശാലത ഉണ്ടാകണമെങ്കിൽ ഈ സെൽഫ് ലവ് അതിൻ്റെ പരിധിക്കുള്ളിൽ തന്നെ നിലനിർത്തുവാൻ തക്കവണ്ണം നാം ഏറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ചില സ്നേഹ പരിസരങ്ങൾ നമുക്ക് സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. ഉദരത്തിൽ അമ്മയെ തിന്ന് പുറത്തേക്ക് വരുന്ന കുഞ്ഞ്, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുഞ്ഞ് കരയുന്നത് നിങ്ങൾക്കറിയാം അല്ലേ? കുഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് ലോകത്തിലേക്ക് കടന്നു വരുന്നത്. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു ഉത്തരം ഇങ്ങനെയാണ്. ആ കുഞ്ഞിന് ഇന്ന് ലോകത്തിൽ കിട്ടാൻ തക്കോണം സാധിക്കുന്ന ഏറ്റവും സുരക്ഷിതമായ ഇടം അമ്മയുടെ ഗർഭപാത്രമായിരിക്കും. ഇന്ന് നാം അധിവസിക്കുന്ന ഈ ലോകം സുരക്ഷിതമാണെന്ന് നമുക്ക് വ്യക്തമായി പറയാൻ തക്കോണം കഴിയുമോ? ഇല്ല എന്നതാ യാഥാർത്ഥ്യം. ആ ബോധ്യത്തിൻ്റെ ഒക്കെ നടുവിലായിരിക്കും 3 മാസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ ലൈംഗികമായ അതിക്രമത്തിന് ഇരയാക്കപ്പെട്ട ഒരു പ്ലസ് 1 വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. പോലീസ് ഇൻക്വസ്റ്റ് ചെയ്തപ്പോൾ അവളുടെ ശരീരത്തിൽ ലഭിച്ച ഒരു ആത്മഹത്യാ കുറിപ്പ്, അതിൻ്റെ അവസാന വരികളായി അവൾ എഴുതി വെച്ചത് ഇങ്ങനെയാണ്. നിങ്ങൾ ഒരുപക്ഷെ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാകും. അവൾ എഴുതി വെച്ച വാചകം ഇങ്ങനെയാണ്: ഈ ലോകത്തിൽ അമ്മയുടെ ഗർഭപാത്രവും കുഴിമാടവും മാത്രമാണ് സുരക്ഷിതമായ ഇടങ്ങൾ. ഈ ലോകത്തിൽ അമ്മയുടെ ഗർഭപാത്രവും കുഴിമാടവും മാത്രമാണ് സുരക്ഷിതമായ ഇടങ്ങൾ. എത്ര ശരിയാണല്ലേ? നാം അധിവസിക്കുന്ന ഈ ലോകം സുരക്ഷിതമാണെന്ന് പറയാൻ തക്കോണം കഴിയുമോ? ഒന്നുകിൽ സുരക്ഷിതമായിരിക്കണമെങ്കിൽ നാം അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പോകണം, അതുമല്ല എങ്കിൽ മരിച്ച് കുഴിമാടത്തിലേക്ക് പോകണം. ഇന്ന് മനുഷ്യനെ തന്നെ പണത്തിനും കാമത്തിനും കോപത്തിനും വേണ്ടി വെട്ടിക്കൊല്ലുന്ന കാലമാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനത്തെ വാർത്തകളൊക്കെ പത്രങ്ങളിലൊക്കെ വരുമ്പോൾ നാം അവരെ വിശേഷിപ്പിക്കും, ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നവരെ പറയും എന്ത് മൃഗീയതയാണ് ഇവർ ഈ ചെയ്യുന്നതെന്ന്. മൃഗമെന്ന സംബോധനയാണ് നൽകുന്നത്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഏത് മൃഗമാ സ്വന്തം വർഗത്തിലുള്ള ജന്തുവിനെ കാമത്തിനും കോപത്തിനും വേണ്ടി കൊല്ലുന്നത്? മനുഷ്യൻ മാത്രമാ. ഇരപിടിക്കുവാൻ തക്കവണ്ണം ജന്തുക്കളെ കൊല്ലുമായിരിക്കും, മൃഗങ്ങളെ കൊല്ലുമായിരിക്കും. എന്നാൽ മനുഷ്യൻ മാത്രമാണ് കാമത്തിനും കോപത്തിനും വേണ്ടി മനുഷ്യനെ കൊല്ലുന്നത്. എന്നിട്ടും അവനെ വിളിക്കും മൃഗമെന്ന്. മനുഷ്യത്വവും മൃഗീയതയും മാറ്റി നിർവചിക്കേണ്ട കാലമാണ് ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, സ്നേഹപരിസരങ്ങൾ നമുക്ക് സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. മൃഗീയനായിട്ട് ജീവിക്കുവാൻ തക്കവണ്ണമല്ല, മനുഷ്യത്വമുള്ളവരായി ജീവിക്കുവാൻ ഹൃദയങ്ങൾ വിശാലമാക്കുന്ന അവസരങ്ങളിൽ ക്രിസ്തുവിനെ കാണുന്ന അനുഭവങ്ങളിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. നമ്മുടെയൊക്കെ ഇടയിൽ ചിലരുടെ മട്ടും ഇരിപ്പും ഭാവവും നിൽപ്പും ഒക്കെ കണ്ടാൽ ലോകം അവരുടെ കൈവെള്ളയിലാണെന്നാണ് ധാരണ. ലോകം കൈവെള്ളയിൽ കൊണ്ടു നടക്കുകയാണെന്ന ധാരണ. അല്പമൊക്കെ സാമ്പത്തിക ഭദ്രതയും അല്പമൊക്കെ സാമൂഹിക രാഷ്ട്രീയ ബന്ധങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ ആരെയും കയറി വെല്ലുവിളിക്കാമെന്നുള്ള ധാർഷ്ട്യമാണ് യഥാർത്ഥത്തിൽ ഇന്ന് മനുഷ്യനുള്ളത്. ഞാൻ കടന്നു വരുന്നത് മാവേലിക്കരയാണെന്ന് പറഞ്ഞല്ലോ. അല്പം മുമ്പ് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. ഹരിപ്പാട് പ്രദേശത്ത് പപ്പടത്തെ ചൊല്ലിയുള്ള ഒരു സംഭവം കേട്ട് കാണുമല്ലോ അല്ലേ? എങ്ങനെയാണ് കാലം പോകുന്നത്? എന്തിനേയും ഏത് സാഹചര്യത്തിലും ആരെയും കയറി വെല്ലുവിളിക്കുവാനും അടിക്കുവാനുമുള്ള ധാർഷ്ട്യത്വവും അഹംഭാവവും ഇന്ന് മനുഷ്യൻ കൈവരിച്ചിരിക്കുന്നു എന്നതാണ്. ആരെയും കയറി വെല്ലുവിളിക്കുവാൻ തക്കവണ്ണം ധൈര്യം കാട്ടുക. അത് ഒരു പൊതു ചടങ്ങെന്നില്ല, അതൊരു പൊതു സമൂഹമെന്നില്ല, അത് വഴിവെക്കുന്നില്ല, ദേവാലയത്തിൻ്റെ അങ്കണമില്ല, ദേവാലയത്തിൻ്റെ ഉള്ളെന്നില്ല. ആരെയും കയറി വെല്ലുവിളിക്കുവാനുള്ള അഹംഭാവം ഇന്ന് മനുഷ്യൻ കൈവരിച്ചിരിക്കുകയാണ്. ആരെയും സ്വീകരിക്കാതെ ഹൃദയം ഇങ്ങനെ കഠിനമാക്കി അഹംഭാവത്തോടു കൂടി ജീവിക്കുന്ന മനുഷ്യരോട് എനിക്ക് പറയാനായിട്ടുള്ളത് ഒന്ന് മാത്രമാണ്. പ്രിയമുള്ളവരെ, ഈ ജീവിതം ഹ്രസ്വമാണ്. ജീവിക്കുന്ന നാഴികകളിൽ അല്പമൊക്കെ സ്നേഹ പരിസരങ്ങൾ സൃഷ്ടിക്കുവാൻ എനിക്കും നിനക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരണനാഴികയിൽ അവർ വന്ന ഒരു നന്മയുടെ വാക്കെങ്കിലും ഉച്ചരിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ, ശവസംസ്കാര ശുശ്രൂഷയിൽ എത്ര വൃത്തികെട്ടവനായി ജീവിച്ച് മരിച്ചാലും അച്ഛന്മാരും ആരെങ്കിലും കടന്നു വന്ന അനുശോചനം പറയുമ്പോൾ എന്തേ പറയത്തുള്ളൂ? നന്മ മാത്രമേ പറയത്തുള്ളൂ. നമ്മുടെയൊക്കെ ശവസംസ്കാര ശുശ്രൂഷയിൽ അല്പമൊക്കെ 1-2 എണ്ണി പറയാൻ തക്കോണം നന്മകൾ ജീവിച്ചിരിക്കുന്ന നാളുകളിൽ നമുക്ക് നിർവഹിക്കുവാൻ തക്കോണം സാധിക്കണം. ജീവിതം ഹ്രസ്വമാണ്, നശ്വരമാണെന്നുള്ള ബോധ്യത്തിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ജീവിത പരിസരങ്ങൾ സൃഷ്ടിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. എൻ്റെ ഹൃദയത്തെ ഏറെ സ്വാധീനിച്ച ഒരു കവിതയുണ്ട്, ഒരു ഗീതമുണ്ട്. ബാപ്പ വെള്ളിപ്പറമ്പ് എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരൻ രചിച്ച് ഒരു മുസ്ലിം ബാലൻ പാടി, അത് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. യൂട്യൂബിലൊക്കെ ഇഷ്യൽ മീഡിയയുടെ ബാനർ റിലീസ് ചെയ്ത ഗീതം.
ആ ഗീതത്തിൻ്റെ വരികളിൽ കൂടി കടന്നു പോകുമ്പോൾ ജീവിതം എത്രമാത്രം ക്ഷണികമാണെന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അഹന്തയോട് ജീവിക്കുന്ന എന്നെയും നിങ്ങളെയും പോലുള്ള വ്യക്തികളെ കണ്ണു നനയിപ്പിക്കുന്ന വരികളാണ് ആ ഗീതങ്ങളിൽ കൂടി വായിച്ചെടുക്കുവാൻ തക്കോണം കഴിയുന്നത്. അതിൻ്റെ ആദ്യ വരി ഇങ്ങനെയാണ്: നടക്കുമ്പോൾ ഓർക്കില്ല കിടക്കുമെന്ന്. ജീവിതത്തിൽ ഇങ്ങനെ അഹംഭാവത്തോടിങ്ങനെ നടക്കുമ്പോൾ എപ്പോഴെങ്കിലും മനുഷ്യ നീ ചിന്തിക്കണം, ഞാൻ വീണുപോകുമെന്ന്. രണ്ടാമത്തെ വരി ഇങ്ങനെയാണ് പറയുന്നത്: ചിരിക്കുമ്പോൾ ചിന്തയില്ല, നമ്മൾ കരയിപ്പിച്ച് മടങ്ങുമെന്ന്. ചിരിക്കുമ്പോൾ ചിന്തയില്ല, നാം കരയിപ്പിച്ച് മടങ്ങുമെന്ന്. പിന്നെ പറയുന്നുണ്ട്: നാവിട്ടലയ്ക്കുമ്പോൾ കൽബിലില്ല, നിലയ്ക്കുമെന്ന്, ചലനം നിലയ്ക്കുമെന്ന്. ജീവിച്ചിരിക്കുന്ന നാഴികളിലൊക്കെ ഇങ്ങനെ വായിട്ട് ദൂഷണം പറഞ്ഞും പരിഹസിച്ചും കളിയാക്കിയും ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ചിന്തിച്ചു പോകണം, എപ്പോഴെങ്കിലും എൻ്റെ നാവിൻ്റെ ചലനം നിലച്ചു പോയാൽ നീ ഒന്നുമല്ല എന്ന്. അതിൻ്റെ ഏറ്റവും അവസാന 4 വരികളിൽ പറയുന്നത് ഇങ്ങനെയാണ്: മിഴികൾ ചിമ്മി തുറക്കും മുമ്പ് തീരുമെല്ലാം. ഞൊടിക്കടെ തീരുന്നതാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. കിതച്ച് ഓടിപ്പിടിച്ചത് വെറുതെയാണെന്നും കൂട്ടിക്കിഴിച്ചത് പൂജ്യത്തിന് താഴെയാണെന്നുള്ള ബോധ്യം. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ നശ്വരതയാണ് പറയുന്നത്. ഓടി നടന്ന് നേടിയെടുക്കുന്ന സമ്പാദ്യങ്ങളൊക്കെ ജീവിതത്തിൻ്റെ അവസാനം, ജീവിതത്തിൻ്റെ മരണനേരത്തിൽ അത് പൂജ്യത്തിന് താഴെയാണെന്നുള്ള ബോധ്യം മനസ്സിലെപ്പോഴും ഉണ്ടാകുകയാണെങ്കിൽ കൂടുതൽ വിനയത്തോടെ സ്നേഹപരിസരങ്ങളെ സൃഷ്ടിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും എന്നതാണ്. എങ്ങനെയാണ് നമ്മുടെ ഹൃദയങ്ങളെ, സ്നേഹപരിസരങ്ങളെ സൃഷ്ടിക്കേണ്ടത്? ഹൃദയങ്ങൾ എങ്ങനെയാണ് വിശാലമാക്കേണ്ടത്? കുവൈറ്റിൽ നിന്ന് നാട്ടിലേക്ക് അവധിക്ക് പോകുമ്പോൾ നിങ്ങളൊക്കെ ടൂർ പോകാറുണ്ടാകും അല്ലേ? വിനോദയാത്രകൾ പോകാറുണ്ട്, തീർത്ഥാടനങ്ങൾ പോകാറുണ്ട്. പരുമലപ്പള്ളിയിലും പുതുപ്പള്ളിയിലും വെള്ളങ്കണ്ണിയിലും ഒക്കെ പോകാറുണ്ട്. ഈ പോകുന്നതിനോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട് ഇനി കുറേ ആതുര ആലയങ്ങളിലും ഹോസ്പിറ്റലുകളിലൊക്കെ പോകണം. പരുമല ഹോസ്പിറ്റലിൻ്റെ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലും ഡയാലിസിസ് യൂണിറ്റിൻ്റെ വാതിക്കൽ കൂടിയൊക്കെ കടന്നു പോകണം. ജീവിതങ്ങൾ എത്ര ക്ഷണികമാണെന്ന് നമുക്കിവിടെ മനസ്സിലാകും. അടുത്തിടയ്ക്ക് എൻ്റെ പിതാവിനെയും കൊണ്ട് എൻ്റെ അടുത്തുള്ള സഞ്ജീവിനി ഹോസ്പിറ്റലിൽ നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ അത് ചെക്കപ്പിന് വേണ്ടി പോയ സാഹചര്യത്തിൽ ഇവിടെ കാണുന്ന ഡയാലിസിസ് യൂണിറ്റിൻ്റെ വാതിക്കെ ലിഫ്റ്റിൽ നിന്ന് കയറി വരികയും വീൽ ചെയറിൽ ഏകദേശം ഒരു 14 വയസ്സ് കാണും ഒരു പെൺകുട്ടി, അസ്ഥിമഞ്ചം പോലെ ഒരു കുഞ്ഞ, അവളെ നീല ഗൗണൊക്കെ ധരിപ്പിച്ച് ഡയാലിസിന് കൊണ്ടുപോവുകയാണ്. അവളുടെ മുഖത്ത് യാതൊരു വിഷമവുമില്ല. അവരുടെ മട്ടും ഭാവവും കൂടെയുള്ള അമ്മ ഒരു വെറുതെ കിലുങ്ങുന്ന ഒരു കവറിലാണ് സാധനങ്ങളൊക്കെ പിടിച്ചിരിക്കുന്നത്. അവരുടെ അവസ്ഥയും രൂപവും ഒക്കെ കണ്ടറിയാം സാമ്പത്തികമായ എത്ര ഭദ്രതയുള്ളവരൊന്നുമല്ല. അവർ കടന്നു വരുന്നുവെങ്കിലും അവിടെ ഉണ്ടാകുന്ന നേഴ്സുമാരോട്, അറ്റൻഡർമാരോടൊക്കെ എത്ര പ്രസന്നതയോടുകൂടിയാണ് സംസാരിക്കുന്നത്. അത് കണ്ടു നിന്നപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്: ദിവസവും അവൾ മരിച്ചുകൊണ്ടിരിക്കുക. അവൾക്ക് ഡയാലിസിസ് കൂടി വീണ്ടെടുക്കുവാൻ തക്കവണ്ണം കഴിയാതെ അസ്ഥിമഞ്ചമായി അവളുടെ ജീവിതം മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള യാത്രകൾ നടത്തുമ്പോൾ, ഹോസ്പിറ്റലിൻ്റെ വാർഡുകളിൽ കൂടി കടന്നു പോകുമ്പോൾ, കുഞ്ഞുങ്ങളെയും കൂടി കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അവരുടെ ഹൃദയം തുറക്കും. കഥനകളും ജീവിതത്തിൻ്റെ അനുഭവങ്ങളും കാണുമ്പോൾ അവരുടെ കണ്ണുകൾ നിറയും. കൂടുതൽ ഹൃദയം വിശാലമാക്കുവാനും കൂടുതൽ സ്നേഹത്തോടെ ആരെയും സ്വീകരിക്കുവാനുള്ള ഹൃദയം ഒരുക്കുവാൻ തക്കവണ്ണം ഈ അനുഭവങ്ങൾ അവർക്ക് പാഠശാലയായി മാറ്റപ്പെടും. പ്രിയമുള്ളവരെ, ജീവിക്കുന്ന നാഴികളിൽ നമുക്ക് സ്നേഹപരിസരങ്ങളെ സൃഷ്ടിക്കാം. സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, സ്നേഹം തെളിയിക്കപ്പെടുകയും കൂടി വേണം. ആ വിധത്തിൽ സ്നേഹം വാക്കിൽ മാത്രം അവതരിപ്പിക്കാതെ പ്രകടനം കൂടിയാകണം നമ്മുടെ കുടുംബങ്ങളിൽ. മക്കളെയൊക്കെ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകണം. തിരക്കുകളിടയിലും മക്കൾക്ക് വേണ്ടി സമയം ചിലവഴിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ആ വിധത്തിൽ സ്നേഹപരിസരങ്ങളാകട്ടെ നമ്മുടെ ഭവനങ്ങൾ. ദൈവത്തെ അന്വേഷിച്ച് യാത്ര തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജീവിത സാഹചര്യത്തിൽ നമ്മോടുകൂടെ ഉണ്ട് ആര്? ദൈവം. എന്നിലുമുണ്ട് ദൈവം. നിങ്ങൾക്ക് ഓർമ്മ കാണും, കലാഭവൻ്റെ സ്ഥാപകനായിരിക്കുന്ന ഹാബേൽ അച്ഛൻ്റെ ആ പഴയ ഗാനം: ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ, വിജനമായ ഭൂമിയിലെങ്ങുമില്ല ഈശ്വരൻ. അവസാനത്തെ 4 വരി ഇങ്ങനെയാണ്: അവസാനം ഞാൻ എന്നിലേക്ക് തിരിഞ്ഞു, എൻ ഹൃത്തിലേക്ക് ഞാൻ കടന്നു, അവിടെയാണ് ഈശ്വരൻ്റെ വാസം. സ്നേഹമാണ് ഈശ്വരൻ്റെ രൂപം. ദൈവം നമ്മോട് കൂടെയുണ്ട്. അതാണല്ലോ ഇമ്മാനുവേൽ. അവൻ നമ്മോട് കൂടെയുണ്ട്. ഓരോ കൃപാനുഭവങ്ങളിലും നാം അവനെയാ സ്വീകരിക്കുന്നത്. നമ്മോട് കൂടെയുള്ള ദൈവാനുഭവത്തെ മറ്റുള്ളവന് പ്രതിഫലിപ്പിക്കണമെങ്കിൽ
ഹൃദയം തുറന്ന് അവനെയും കൂടി സ്വീകരിക്കണം. അപ്പോഴാ നാം നൽകുന്ന ചെറിയ വിരുന്നുകൾ പോലും വലിയ വിരുന്നായി മാറ്റപ്പെടുന്നത്. ഈ കഴിഞ്ഞ ക്രിസ്മസിൻ്റെ നാളുകളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ DYFI പ്രവർത്തകർ നടത്തിയ ഒരു സ്നേഹപ്പൊതി പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയുടെ ഭാഗമായി പത്രങ്ങളിലൊക്കെ വന്ന വാർത്തയാണ്, സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്. ഇവിടെ വായിച്ചതിങ്ങനെയാണ്. അതിൽ ഒരു വ്യക്തി, ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തുറന്നു നോക്കിയ ആ പൊതിക്കകത്ത്, ചോറിൻ്റെ ഉച്ചയൂണിൻ്റെ പൊതിക്കകത്ത് തുറന്നു നോക്കിയപ്പോൾ അതിൽ ഒരു കത്തും കുറേ പണവും. ആ കത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: അറിയപ്പെടാത്ത സഹോദര സഹോദരി, ക്ഷേമമെന്ന് കരുതുന്നു. താങ്കളുടെ വേണ്ടപ്പെട്ട ആരോ ഇന്ന് ഈ ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഇതിൻ്റെ കൂടെ വെച്ചിരിക്കുന്ന ഈ പണം ഒരു നേരത്തെ മരുന്ന് വാങ്ങുവാൻ തക്കോണം താങ്കൾക്ക് ഉപകാരപ്പെട്ടേക്കാം. താങ്കൾ ആ വിധത്തിൽ അത് ചെയ്യണമെന്നേ അപേക്ഷിക്കുന്നു. അപ്പോൾ അതിനോട് ചേർത്ത് പറയുകയാണ്, ഇന്നെൻ്റെ മകളുടെ പിറന്നാളാണ്, താങ്കൾ അവൾക്ക് കൂടി പ്രാർത്ഥിക്കണമെന്ന്. ഇതാണ് ആ ലെറ്റർ അടക്കം സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ലെറ്റർ വായിച്ച വ്യക്തിയും ആ പണം സ്വീകരിച്ച വ്യക്തിയും ആ പണം നൽകിയവനെ എങ്ങനെയാണ് കാണുന്നത്? ദൈവമായിട്ടാണ് കാണുന്നത്. ആവശ്യകതയിൽ ഹൃദയം തുറന്ന് നൽകുന്നവനെ, അവൻ്റെ ഉള്ളിലെ ദൈവ സാന്നിധ്യത്തെ മറ്റുള്ളവനെ കാണുവാൻ തക്കോണം കഴിയും. ഇത് തന്നെയാണ് രണ്ടു ശിഷ്യന്മാർക്കും ഉണ്ടാകുന്നത്. ഹൃദയ വിശാലതയോടുകൂടി സ്വീകരിക്കുവാൻ അവർ തയ്യാറെടുത്തപ്പോൾ നിന്നവൻ ആരായി മാറി? ക്രിസ്തുവായി മാറ്റപ്പെട്ടു. കൂദാശയുടെ ഒരു വ്യാഖ്യാനങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പോലും ഈ കാലഘട്ടങ്ങളിൽ അടിസ്ഥാനപരമായി നാം ചിന്തിക്കേണ്ട ചിന്ത ഇത് തന്നെയാണ്. ഹൃദയം തുറന്ന് നീ ആരെയെങ്കിലും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ദൈവ സാന്നിധ്യവും അവൻ്റെ ഉള്ളിലുള്ള ദൈവ സാന്നിധ്യത്തെയും തിരിച്ചറിയുവാൻ തക്കോണം നിനക്ക് കഴിയും. അതിനെന്തുമാത്രം മതി? സ്നേഹമാഗ്നി കൊണ്ട് നിന്റെ ഹൃദയത്തെ ജ്വലിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഈ അനുഭവത്തിന്റെ നടുവിൽ ആ രണ്ടു ശിഷ്യന്മാർ നിന്നപ്പോഴാണ് അവർ ക്രിസ്തുവെന്ന് തിരിച്ചറിഞ്ഞു. അടുത്തതായി നാം വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ: that same hour they got up and returned to Jerusalem. സുരക്ഷിതമായ യെരൂശലേം പട്ടണത്തിലേക്ക് പോയവർ ഇതാ മടങ്ങി വിശുദ്ധിയുടെ പട്ടണമാകുന്ന യെരൂശലേമിലേക്ക് ചെന്നിട്ട് പറയുകയാണ്, ക്രിസ്തു ഉദ്ധാനം ചെയ്തു എന്ന് സഹശിഷ്യന്മാരോട് പറയുന്നു. പ്രിയമുള്ളവരെ, റഹബോത്തിലെ ചിന്ത ഇതാകട്ടെ: എൻ്റെ ജീവിതത്തിൽ നഷ്ടമായ വിശ്വാസത്തിൻ്റെ ആത്മീയമായ വിടവുകളെ നികത്തുവാൻ തക്കവണ്ണം നമുക്കൊരു മടക്കയാത്രയ്ക്ക് തയ്യാറെടുക്കാം. മടങ്ങിപ്പോകേണ്ടത് എങ്ങനെയാണെന്നും നാം ചിന്തിക്കുകയുണ്ടായി. രണ്ടു കാരണങ്ങളാണ് ആ രണ്ട് ശിഷ്യന്മാരുടെ മടക്കയാത്രയ്ക്ക് നിദാനമായി നിന്നത്. അതിലൊന്നെന്താണ്? അവരുടെ ആത്മീയ അന്ധതയെ തുടച്ചു നീക്കി. ജീവിതത്തിന്റെ ആത്മീയ അന്ധതയെ തുടച്ചു നീക്കുവാൻ തക്കവണ്ണം ക്രിസ്തുദാനും അവർക്ക് പറഞ്ഞു കൊടുത്ത പടികളിൽ ഒന്ന് ആത്മീയാധ്വാനത്തിന്റെ പാഠമാണ്. രണ്ടാമതായി പറഞ്ഞു നൽകുന്നത് എന്താണ്? കഷ്ടതകളെ പറ്റി പ്രബോധനം നൽകി. ഒടുവിലായി അവസാനമായി എന്താണ്? ആരെയും അംഗീകരിക്കുവാൻ സ്വീകരിക്കുവാനുള്ള അവരുടെ ഹൃദയ വിശാലത. സ്നേഹമാവുന്ന അഗ്നി കൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ തുറന്നുകൊണ്ട് അവരനെയും കൂടി നാം കൈക്കൊള്ളുമ്പോൾ യഥാർത്ഥത്തിൽ കടന്നു വരുന്നവൻ ആരാകും? ക്രിസ്തുവാകും. ഞാൻ അവനും ക്രിസ്തുവാകും. ദൈവസാന്നിധ്യ ബോധ്യം നമ്മോടുകൂടെ ഉണ്ടാകുമാറാകട്ടെ. ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തിന് പുതിയ മാനം നൽകുവാൻ തക്കോണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.